everyone. So ഇപ്പം നിങ്ങൾ എന്താണ് IIT എയിംസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും മിസ്സിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹെറിഡിറ്റി ബയോളജിയുടെ ടോപ്പിക്ക് ഹെറിഡിറ്റി ആൻഡ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഓൾറെഡി ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ മാത്സിൻ്റെയും ഒക്കെ സിലബസുകൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ തവണ ചോദിച്ചതാണ് ബയോളജിയുടെ സിലബസ് എവിടെ, ബയോളജിയുടെ സിലബസ് എവിടെ. അപ്പം മിസ്സുമാരെല്ലാം കൂടെ എന്താണ് ബയോളജിയുടെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നായിരുന്നു അല്ലേ. നിങ്ങൾ ഓൾറെഡി ബയോളജിയുടെ സിലബസ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഓരോ ടോപ്പിക്കും എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം മിസ്സ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ 10th എന്താണ് ഹെറിഡിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ 10th ഹെറിഡിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10th CBSE-കാർക്ക് മിസ്സ് തന്നെയാണ് ആ ഒരു ചാപ്റ്റർ എടുത്തത്. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്റിയുടെ ആ ഒരു പോർഷനിൽ നമ്മൾ സബ് ടോപ്പിക്സ് അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ സിലബസിൽ നമ്മൾ പറഞ്ഞത് എന്താണ് മെയിനായിട്ട് നമ്മുടെ മെൻ്റലിനെ കുറിച്ച് പഠിക്കണം എന്നാണ്. അപ്പോൾ മെൻ്റലിൻ്റെ ലോസും മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും അത് ഓൾറെഡി എന്താണ് നമ്മൾ NCERT ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ആ ഒരു ക്ലാസ്സിൽ മിസ് എന്ന ക്ലാസ് എടുത്തൊക്കെ ആ ഒരു പോർഷൻസ് നിങ്ങൾ ആ ഒരു പോർഷനിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക. ദെൻ പിന്നെ വരുന്നത് നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അത് നമുക്ക് 10th പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്ക് എന്താണ് നമ്മൾ അത്രയും ഫെമിലിയർ അല്ലായിരിക്കും, എന്നാലും നമ്മൾ ചെറുപ്പം തൊട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ DNA കുറിച്ച്, RNA കുറിച്ച്, ക്രോമസോമുകളെ കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സമയമൊന്നും കളയുന്നില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഏതാണ് ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റി. ഓക്കെ, ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റി എല്ലാവരും വരുന്നിട്ടുണ്ടോ? എല്ലാവരും വരിക വേഗം വരിക, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക. നമുക്കിനി അധികം സമയമൊന്നും ഇല്ലല്ലേ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിന്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സമയം എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വരിക, നല്ല അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ജെനറ്റിക്സ്? എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ജെനറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി അല്ലേ. ഹെറിഡിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് ജെനറ്റിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി, ഇൻഹെറിറ്റൻസ്, ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പം ജെനറ്റിക്സ് എന്താണ്? ജെനറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ട്രേറ്റ്സ് ആർ പാസ്ഡ് ഫ്രം പേരൻസ് ടു ഓഫ് സ്പ്രിങ്സ് അല്ലേ. ഇപ്പം നമ്മുടെ പേരൻസിനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് അവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. പേരൻസിനുള്ള ക്യാരക്ടേഴ്സും നമുക്കുണ്ട്, പേരൻസിനില്ലാത്ത ക്യാരക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പേരൻസിന് ഉള്ള ക്യാരക്ടേഴ്സ് മിക്കവാറും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഹെറിറ്റഡ് ട്രേറ്റ്സുകൾ അല്ലെങ്കിൽ വേരിയേഷൻസ്, നമ്മളും പേരൻസും തമ്മിലുള്ള ഡിഫറൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വേരിയേഷൻസ് എന്ന് പറയുക. അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചും ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് എന്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെനറ്റിക്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, നിങ്ങൾ ഇത്രയും 10th വരെ എത്തിയ കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാവരും അറ്റൻറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറേ ടേംസ് പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ കുറേ ടേംസ് അറിഞ്ഞിരിക്കണം. ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റി, ജെനറ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കുറേ ടേംസ് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഹെറിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹെറിഡിറ്റി ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രേറ്റ്സ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഒരു ട്രേറ്റ് എന്താണെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവാം. ട്രേറ്റ്, അതിന് മുമ്പ് ക്യാരക്ടർ എന്താണെന്ന് അറിയണം. ട്രേറ്റ് അറിയുന്നതിന് മുമ്പ് ക്യാരക്ടർ എന്താണെന്ന് അറിയണം. ഓക്കെ, വാട്ട് ഈസ് എ ക്യാരക്ടർ? എന്താണ് ഒരു ക്യാരക്ടർ? What is a character? A general inherited feature or attribute of an organism. ഒരു ഫീച്ചർ ആണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഐ കളർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫീച്ചറാണ് അല്ലേ, ഒരു ഫിസിക്കൽ ഫീച്ചറാണ്. ഓക്കെ, അതാണ് ഒരു ക്യാരക്ടർ. അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ കളർ, അതാണ് ഒരു ക്യാരക്ടർ. ഓക്കെ, ഇപ്പോൾ ഫ്ലവർ കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് അല്ലേ. റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റെഡ് എന്ന് പറയുന്നതാണ് എന്ത്? അതൊരു ട്രെയ്റ്റ് ആണ്.
ഓക്കെ, ആ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു എന്താണ്, ഇപ്പം ഫ്ലവർ കളർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രെയ്റ്റ് ആണ് എന്ത്, ആ റെഡ് ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ക്യാരക്ടർ ഐ കളർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ക്യാരക്ടറാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ആണ് എന്ത്, ബ്ലൂ ഐസ്, ബ്ലാക്ക് ഐസ്, ബ്രൗൺ ഐസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് ഒരു ഫീച്ചറാണ് അല്ലേ, ഒരു ഫിസിക്കൽ ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് എന്ത്, ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ജെനറ്റിക്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് ക്യാരക്ടർ എന്താണെന്ന് നോക്കി, ദെൻ ട്രെയ്റ്റ് എന്താണെന്ന് കണ്ടു അല്ലേ, ട്രെയ്റ്റ് എന്താണെന്ന് കണ്ടു. ദെൻ ഹെറിഡിറ്റി എന്താണെന്ന് നോക്കിയല്ലേ. വാട്ട് ഈസ് ഹെറിഡിറ്റി? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ട്രെയ്റ്റ്സ്. ഇതുപോലുള്ള ഈ ട്രെയ്റ്റ്സുകളുടെ ഓക്കെ, ഈ എന്താണ് ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ ട്രാൻസ്ഫർ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് അല്ലേ, ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇതുപോലെയുള്ള ട്രെയ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ പാരമ്പര്യം. നിങ്ങൾ പാരമ്പര്യ സ്വത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഈ എന്താണ് പാരമ്പര്യ സ്വത്ത് എങ്ങനെയാണ് കിട്ടുന്നത്, ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുക അല്ലേ, നമ്മുടെ പേരൻസിൽ നിന്ന്, നമ്മുടെ പൂർവിക ആൻസിസ്റ്റേഴ്സിൽ നിന്ന് എന്താണ് നമുക്ക് എന്താണ് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇൻഹെറിറ്റഡ് മീൻസ് എന്താണ് ആ കൈമാറി വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ട്രെയ്റ്റ്സുകളും. ഓക്കെ, ഇതുപോലെയുള്ള ട്രെയ്റ്റ്സുകളും എങ്ങനെയാണ് നമുക്ക് പേരൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതാണ്. അതാണ് ഹെറിഡിറ്റി ഓർ പാരമ്പര്യം എന്ന് നമ്മൾ പറയും. Okay, for example, a child may have the same eye color as one parent, child having same hair type as that of parents. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ചൈൽഡിനെയും ആളുടെ മദറിനെ നമുക്ക് ഇവിടെ കാണാം. അവരുടെ ഫീച്ചർ നോക്കിക്കേ, ഹെയർ നോക്കിക്കേ. ഹെയർ എന്ന് പറയുന്നത് ഹെയർ ടെക്സ്ചർ, അതൊരു ക്യാരക്ടറാണ് അല്ലേ. ഹെയർ ടെക്സ്ചർ നമ്മളവിടെ ഒരു ക്യാരക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മദറിൻ്റെ ഹെയർ ടെക്സ്ചർ എന്താണ്, കേളി ഹെയർ ആണ്. അതൊരു ട്രെയ്റ്റ് ആണ് അല്ലേ, അതൊരു ട്രെയ്റ്റ് ആണ്. അപ്പോൾ ആ മദറിൽ നിന്ന് ആ ഒരു ട്രെയ്റ്റ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ആ ഒരു ചൈൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതെന്താണ്, അതൊരു ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ് ആണ് അല്ലേ. ആ കുട്ടിക്ക് മദറിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ട്രെയ്റ്റ് ആണ് എന്ത്, ആ ഒരു കേളി ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലീനെ നമുക്ക് കാണാം. ഇവിടെ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ കുട്ടിയുടെ ഐ കളർ, ഈ ചൈൽഡിൻ്റെ ഐ കളർ നോക്കിക്കഴിഞ്ഞാൽ അത് ആരുടെ ഐ കളറുമായിട്ട് സിമിലർ ആണ്, ഫാദറിൻ്റെ ഐ കളറുമായിട്ട് സിമിലർ ആണ്. ബ്ലൂ ഐസ് ആണ് അല്ലേ, ഒരു ബ്ലൂ ഐസ് പോലെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടിയതാണ്, ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫാദർ. ഫാദറിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയതാണ് എന്ത്, ആ ഐ കളർ എന്ന് പറയുന്നത്. പക്ഷെ നോക്കിക്കേ, മദറിൻ്റെ ഐ കളർ എന്താണ്, ബ്ലാക്ക് ആണ് അല്ലേ. ഇത് സിമിലർ ആണോ, അല്ല ഡിഫറെൻ്റ് ആണ്. മദറിൻ്റെ ഐ കളറും ചൈൽഡിൻ്റെ ഐ കളറും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വേരിയേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടേംസുകളല്ലേ, ഈ ടേംസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്നതാണെന്നൊന്ന് പറഞ്ഞേ. ഈ ടേംസ് ഒക്കെ നമുക്ക് എന്താണ്, ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ജെനറ്റിക്സ് എന്താണ്, ഹെറിഡിറ്റി എന്താണ്, അതുപോലെ തന്നെ എന്താണ് ക്യാരക്ടർ എന്താണ്, ട്രെയ്റ്റ് എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ എന്താണ്, ദാറ്റ് ഇസ് ദ ഡിഫറൻസസ്. ഓക്കെ, നമ്മുടെ പേരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വേരിയേഷൻസ് എന്ന് പറയുക. വേരിയേഷൻസ് ആർ ദ ഡിഫറൻസസ്. ഓക്കെ, ഡിഫറൻസസ് എമംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് അല്ലേ. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ഡോഗ്സിനെ നമുക്ക് കാണാം അല്ലേ. ഇവരെല്ലാവരും ഒരേപോലെയാണ്, അവരുടെ ആ ഒരു ഫറിൻ്റെ കളറുടെ ഒരു കളർ അല്ലേ, ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസിനെയാണ് എന്തെന്ന് പറയുക, വേരിയേഷൻ എന്ന് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജീൻസ് എന്താണെന്നാണ്. ഓക്കെ, ജീൻസ് എന്താണെന്നാണ്. സോ നമുക്ക് അറിയാം DNA എന്താണെന്ന് അറിയാം അല്ലേ. DNA നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെന്നറിയാം. ഓക്കെ, ആ DNAയിലുള്ള ഒരു ചെറിയ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജീൻ എന്ന് പറയാം. ഓക്കെ, ജീൻ എന്താണ്, നമ്മുടെ DNA, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സെല്ലാണ്. സെല്ലിൻ്റെ ഉള്ളിൽ ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരുണ്ട്, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. ഓക്കെ, ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. ഈ ഒരു DNAയിലെ ഒരു ചെറിയ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജീൻ എന്ന് പറയുക. ഒരു ഫങ്ഷണൽ പോർഷൻ. ഓക്കെ, നമ്മുടെ DNAയുടെ ആ ഒരു ഫങ്ഷണൽ യൂണിറ്റ് എന്നൊക്കെ പറയാം, അതാണ് ജീൻ. ഓക്കെ, ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ദ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ജീൻ. ഈ ജീനാണ് ഓരോ ക്യാരക്ടറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ജീൻ, ഇറ്റ് ഈസ് എ സ്മോൾ സെഗ്മെൻറ്റ്, സ്മോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA. ഓക്കെ,
A gene is a unit of heredity. Unit of heredity made of DNA and carries information of a trait. Okay, ഇപ്പം ഒരു ട്രേറ്റ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഐ കളർ, ഓക്കെ, ബ്ലൂ ഐ കളർ, ആ ഒരു ബ്ലൂ ഐ കളർ ആവണം എന്ന് എന്താണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അതൊരു പർട്ടിക്കുലർ ജീനാണ്. അതൊരു പർട്ടിക്കുലർ ജീനാണ്. ഓക്കെ, എ ജീൻ ഈസ് എ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി മെയ്ഡ് ഓഫ് DNA and carries information for a trait. Gene determines physical as well as physiological characters. Genes are the functional units of DNA. DNAയുടെ functional unit ആണ് എന്ത്? ജീൻസ് എന്ന് പറയുന്നത്. Okay, a gene is a specific segment of DNA molecule. They are transmitted from parents to their offspring, generation after generation. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു പേരൻസിൽ നിന്ന് നമുക്ക് ട്രെയ്റ്റ്സ് എന്താണ് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ ട്രെയ്റ്റ്സ് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ട്രെയ്റ്റ് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ത്രൂ ജീൻസ്. ജീൻസ് ആണ് ആക്ച്വലി അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ക്യാരക്ടർ പേരൻസിൽ നിന്ന് ഒരു ട്രെയ്റ്റ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് ആ ഒരു ജീനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ജീൻ കിട്ടിക്കഴിയുമ്പോൾ ആ ജീനിലുള്ള ആ ഒരു ട്രെയ്റ്റ് എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ആക്ച്വലി എന്താണ്? ജീനാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടു. എ ജനറൽ ഇൻഹെറിറ്റഡ് ഫീച്ചർ. ഓരോ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഒരു ഓർഗാനിസത്തിൻ്റെ ഓരോ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുക. ഫ്ലവർ കളർ ഒരു ക്യാരക്ടറാണ്, സീഡ് ഷേപ്പ് ഒരു ക്യാരക്ടറാണ്, ഐ കളർ ഒരു ക്യാരക്ടറാണ്, ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് അതൊരു ക്യാരക്ടറാണ്. ഇനി ഓരോ ക്യാരക്ടറിനും എന്താണ്? ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ഉണ്ട് അല്ലേ? ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്ലവർ കളർ പറയുമ്പോൾ പല കളറിലുള്ള ഫ്ലവേഴ്സ് ഇല്ലേ? റെഡ് ഫ്ലവർ ഉണ്ട്, പിങ്ക് ഫ്ലവർ ഉണ്ട്, വൈറ്റ് ഫ്ലവർ ഉണ്ട്. സോ ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്യാരക്ടർ അതാണ് എന്ത്? ട്രെയ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ക്യാരക്ടർ ആണ് എന്ത്? ട്രെയ്റ്റ് എന്ന് പറയാം. ദെൻ സീഡ് ഷേപ്പ് പറയുമ്പം, സീഡിൻ്റെ ഷേപ്പ് പറയുമ്പം റൗണ്ട് സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിങ്കിൾഡ് സീഡ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഐ കളർ പറയുമ്പോൾ ബ്ലൂ ഐസ് ഉണ്ട്, ബ്ലാക്ക് ഐസ് ഉണ്ട്, ബ്രൗൺ ഐസ് ഉണ്ട്. ദീസ് ആർ ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ ക്യാരക്ടർ ഐ കളർ. ഐ കളർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ആണ് ഓർ ഡിഫറെൻറ്റ് ഫോംസ് ആണ് നമ്മൾ ഈ ബ്ലൂ ഐസ്, ബ്ലാക്ക് ഐസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് പറയുമ്പം ദർ ആർ ടാൾ പ്ലാന്റ്സ് ആൻഡ് ഷോർട്ട് പ്ലാന്റ്സ് അല്ലേ? ഹൈറ്റ് കൂടിയ പ്ലാന്റ്സും ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സും ഉണ്ട്. അതാണ് ആ ഒരു ക്യാരക്ടർ. ദ ഹൈറ്റ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, സോ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി, ട്രെയ്റ്റ് എന്താണെന്ന് മനസ്സിലായി. എ ട്രെയ്റ്റ് ഈസ് എ സ്പെസിഫിക് ഫോം ഓഫ് ക്യാരക്ടർ. ട്രെയ്റ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ജീൻസ് അല്ലേ? ട്രെയ്റ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജീൻസ്. വാട്ട് ആർ ജീൻസ്? ഇറ്റ് ഈസ് എ സ്മോൾ സെഗ്മെന്റ് ഓഫ് DNA, സ്മോൾ functional unit of DNA. Okay, these traits are controlled by genes. And what is a gene? It is a small functional unit or small segment of a DNA. DNAയിലെ എന്താണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ജീൻ എന്ന് പറയുക. Okay, each gene has alleles and those alleles determine how the trait is expressed. Okay, അപ്പോൾ നമ്മൾ ട്രെയ്റ്റ് വരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലീൽസ് എന്താണ്. Okay, what are alleles? Alleles എന്താണ്? Each gene has alleles and those alleles determine how trait is expressed. Actually നമ്മൾ പറഞ്ഞു ഒരു ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജീൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ജീൻസ് ആണെന്ന് പറഞ്ഞു. ഇനി അല്ലീൽസ് എന്താണെന്ന് നോക്കിയാൽ വാട്ട് ആർ അല്ലീൽസ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ്. ജീൻസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അല്ലീൽസ് എന്ന് പറയാം. ഓക്കെ, each gene has alleles and those alleles determine how trait is expressed. ഈ alleles ആണ് ആക്ച്വലി എന്ത് തീരുമാനിക്കുന്നത്? ഒരു ട്രെയ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, alleles ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഒരു ട്രെയ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ alleles എന്താണെന്ന് പറഞ്ഞു. വാട്ട് ആർ alleles? the different forms of a gene. ഓക്കെ, ഇപ്പോൾ പ്ലാന്റ് ഹൈറ്റ് നമ്മളൊരു ക്യാരക്ടർ എടുക്കുകയാണ്. അതിന് ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ഉണ്ട്, ടാൾ പ്ലാന്റ്സ് ആൻഡ് ഷോർട്ട് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ ജീൻ ഇൻ ദ DNA അല്ലേ? DNAയിൽ ഒരു ജീനുണ്ട്. ഈ പ്ലാന്റ് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ജീനിന് 2 ഫോംസ് ഉണ്ട്. ഓക്കെ, ആ ജീനിന് 2 ഫോംസ് ഉണ്ട്. അതിനെ നമ്മൾ അല്ലീൽസ് എന്ന് പറയും. ഓക്കെ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ അല്ലീൽസ്. ഓക്കെ, അല്ലീൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇംഗ്ലീഷ് ആൽഫബറ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ആൽഫബറ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അല്ലീൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്ലാന്റ് ഹൈറ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കുകയാണ്.
പ്ലാന്റ് ഹൈറ്റ്. പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ആണ് ഏതൊക്കെ? ടോൾ പ്ലാന്റും ദെൻ ടോൾ പ്ലാന്റും പിന്നെ ആരാ വരിക? ടോൾ പ്ലാന്റ് കഴിഞ്ഞ് പിന്നെ ആരാ വരിക? പെട്ടെന്നൊന്ന് പറഞ്ഞേ, ആരാ വരിക? ടോൾ പ്ലാന്റും പിന്നെ ടോൾ പ്ലാന്റും ഷോർട്ട് പ്ലാന്റും അല്ലേ? ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ആണ് ടോൾ പ്ലാന്റും അതുപോലെ തന്നെ ഷോർട്ട് പ്ലാന്റും. ഓക്കെ, ടോൾ പ്ലാന്റും ഷോർട്ട് പ്ലാന്റും. ഓക്കെ, അപ്പോൾ there is a particular gene in the DNA which controls the height of plant അല്ലേ? ഈ ഒരു പ്ലാന്റ് ഹൈറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ജീൻ ഉണ്ട്. അതിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അല്ലീൽ എന്ന് പറയാം. ആൻഡ് ദിസ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ് എന്താണ്? എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുക? യൂസിങ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ ആ ഒരു പ്ലാൻ ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് അല്ലീൽസ് ആണ്, 2 ഡിഫറെൻറ്റ് അല്ലീൽസ് ആണ്, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി വെച്ചും സ്മോൾ ടി വെച്ചും. അതായത് പ്ലാന്റ് ഹൈറ്റ് പ്ലാന്റ് ക്യാരക്ടർ അല്ല, പ്ലാന്റ് ഹൈറ്റ് ആണ് കേട്ടോ. പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, പ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ 2 ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ആണ് ടോൾ പ്ലാന്റും ഷോർട്ട് പ്ലാന്റും. ആൻഡ് അതിൻ്റെ ജീൻ, ആ ഒരു പ്ലാന്റ് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിനെ നമുക്ക് 2 ഫോംസിൽ എന്ത് ചെയ്യാം? റിപ്രസെൻറ്റ് ചെയ്യാം യൂസിങ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഓക്കെ, ഇതാണ് പ്ലാന്റ് ഹൈറ്റിൻ്റെ 2 അല്ലീൽസ്. ഓക്കെ, 2 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ. ഏതാണ്? അതാണ് അല്ലീൽസ്. ആൻഡ് here it is represented as capital T and small t. Okay, അപ്പോൾ ഇവിടെ capital T ഉണ്ട്, small t ഉണ്ട്. This capital T ആണ് dominant allele. Okay, dominant allele. Capital T ആണ് എന്ത്? dominant allele. Okay, അപ്പോൾ small t എന്തായിരിക്കും? recessive allele. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് മിസ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ജീനിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ് അല്ലീൽസ് എന്ന് പറയാം. നമ്മളിവിടെ പ്ലാന്റ് ഹൈറ്റിന് എടുത്തിരിക്കുന്ന രണ്ട് അല്ലീൽസ് ആണ്, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഹിയർ ദ ക്യാപിറ്റൽ ടി ഈസ് ദ ഡോമിനന്റ് അല്ലീൽ ആൻഡ് സ്മോൾ ടി ഈസ് ദ റിസസീവ് അല്ലീൽ. ഓക്കെ, ദെൻ ഓക്കെ, അപ്പം ഈ ഒരു അല്ലീൽസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഓക്കെ, അല്ലീൽസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് അനുസരിച്ചാണ് എന്ത്? അവിടെ ആ ഒരു ട്രെയ്റ്റ് എക്സ്പ്രസ് ആവുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ alleles? Alleles are the different forms or versions of a gene. ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് എന്തെന്ന് പറയാ? നമ്മൾ alleles എന്ന് പറയാം. ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ alleles എന്ന് പറയാ. Each gene has alleles and those alleles determine how the trait is expressed. Actually these alleles ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രെയ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. allele representation of flower color. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ദർ ആർ 2 അല്ലീൽസ് അല്ലേ? നമ്മൾ പ്ലാന്റ് ഹൈറ്റ് തന്നെ എടുക്കുകയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹിയർ നമുക്ക് ഇവർ അല്ലീൽസിനെ നമ്മളെപ്പോഴും പെയർ ആയിട്ടായിരിക്കും പറയുക. ഓക്കെ, പെയർ ആയിട്ടായിരിക്കും പറയുക. സോ ഇഫ് എ പ്ലാന്റ് ഹാവ് ക്യാപിറ്റൽ ടി, ആ ഒരു പെയർ ക്യാപിറ്റൽ ടി എന്നാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് ബോത്ത് ദ അല്ലീൽസ് ആർ ഡോമിനൻറ്റ്, രണ്ടും ഡോമിനൻറ്റ് അല്ലീലാണെങ്കിൽ ആ പ്ലാന്റ് എന്തായിരിക്കും? ടോൾ പ്ലാന്റ് ആയിരിക്കും. ഓക്കെ, ടോൾ പ്ലാന്റ് ആയിരിക്കും. ഇനി രണ്ടും സ്മോൾ ടി എന്നാണ് ഒരു പ്ലാന്റിലെ 2 അല്ലീൽസും വരുന്നതെങ്കിൽ ആ പ്ലാന്റ് എങ്ങനെയായിരിക്കും? അതൊരു ഷോർട്ട് പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാണ് വരുന്നതെങ്കിൽ ആ പ്ലാന്റ് എങ്ങനെയായിരിക്കും? ഇത് ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ഇവിടെ ഡോമിനൻ്റ് അല്ലീൽ ഉള്ളത് കൊണ്ട് തന്നെ ആ പ്ലാന്റ് എന്തായിരിക്കും? ടോൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആക്ച്വലി അല്ലീൽസ് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, അല്ലീൽസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു ട്രെയ്റ്റും എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. ഇഫ് ബോത്ത് ദ അല്ലീൽസ് ആർ ഡോമിനൻറ്റ്, ദ ഡോമിനൻറ്റ് ക്യാരക്ടർ വിൽ ബി എക്സ്പ്രസ്ഡ്. ഓക്കെ, ആ ഒരു ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുക. ബോത്ത് ദ അല്ലീൽസ്, 2 അല്ലീൽസും റെസസീവ് ആണെങ്കിൽ ഒരു റെസസീവ് ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ദെൻ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. ആ ഒരു ക്യാപിറ്റൽ ടി വന്നതുകൊണ്ട് ഒരു ഡോമിനൻറ്റ് ക്യാപിറ്റൽ ടി എന്താണ്? ഡോമിനൻറ്റ് അല്ലീലാണ് അല്ലേ? ഡോമിനൻറ്റ് അല്ലീൽ വന്നതുകൊണ്ട് അവിടെ എന്താണ്? ആ ഒരു ഡോമിനൻറ്റ് ക്യാരക്ടർ തന്നെ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 2 ടേംസ് ആണ് ഹോമോസൈഗസ് ആൻഡ് ഹെറ്ററോസൈഗസ്. ഓക്കെ, ഹോമോസൈഗസ് അല്ലീലും ഹെറ്ററോസൈഗസ് അല്ലീലും. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ ഡോമിനന്റ് അല്ലീൽ എന്താണെന്ന് അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഡോമിനന്റ് ട്രേറ്റ് ഇസ് എ ജനറ്റിക് ട്രേറ്റ് ദാറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ആൻ ഓർഗാനിസം ഈവൻ ഇഫ് ഓൺലി 1 കോപ്പി ഓഫ് ദ കറസ്പോണ്ടിങ് അല്ലീൽ ഈസ് പ്രസന്റ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതിയപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, ഓക്കെ, ദിസ് ഈസ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുന്നത് ഒരു ഡോമിനന്റ് അല്ലീലും ഒരു റെസസീവ് അല്ലീലും വരുന്ന കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുക. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുക. ഓക്കെ, ഈ ഒരു ഇവിടെ 2 പേരും ഉണ്ടല്ലേ. ദർ ഇസ് ഡോമിനന്റ് അല്ലീൽ ആൻഡ് റെസസീവ് അല്ലീൽ. ഡോമിനന്റ് അല്ലീലും അവിടെ വന്നു, റെസസീവ് അല്ലീലും അവിടെ വന്നു. പക്ഷെ അവിടെ വന്ന എക്സ്പ്രസ് ആയ ക്യാരക്ടർ ഏതാണ്? ഡോമിനന്റ് ക്യാരക്ടർ ആണ്. അവിടെ റെസസീവ് അല്ലീൽ ഉണ്ടായിരുന്നിട്ടും അവിടെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ഏതാണ്? ഡോമിനന്റ് ക്യാരക്ടർ ആണ്. ഓക്കെ, ഡോമിനന്റ് ക്യാരക്ടർ ആണ്. സോ എന്താണ്, അങ്ങനെ ഒരാളെ അറ്റ്ലീസ്റ്റ് ഒരു കോപ്പി ഉള്ളപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് അല്ലീലിന്റെ ക്യാരക്ടർ ആണോ അതായിരിക്കും ഡോമിനന്റ് അല്ലീൽ ഓർ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയാം. ഓക്കെ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ആരുടെ ട്രേറ്റ് ആണോ എക്സ്പ്രസ് ചെയ്യുക അതായിരിക്കും ഡോമിനന്റ് അല്ലീൽ ഓർ ഡോമിനന്റ് ട്രേറ്റ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? 2 അല്ലീൽസും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒന്ന് ക്യാപിറ്റൽ ടിയും ഒന്ന് സ്മോൾ ടിയും ആണ്. ദാറ്റ് ഈസ് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുക. ദീസ് 2 ആർ ഹോമോസൈഗസ് കണ്ടീഷൻ. ഹോമോസൈഗസ് എന്ന് വെച്ചാൽ രണ്ടും ബോത്ത് അല്ലീൽസ് ആർ സെയിം. ഓക്കെ, ബോത്ത് അല്ലീൽസ്, ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. ഓക്കെ, ബോത്ത് അല്ലീൽസ് ആർ സെയിം. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് ദ homozygous condition. If 2 alleles are different, that is one is dominant trait and one is recessive trait, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? heterozygous condition എന്ന് പറയാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി അല്ലേ. നമ്മൾ എന്താണ് ഡോമിനന്റ് അല്ലീൽ എന്താണെന്ന് കണ്ടു, റെസസീവ് അല്ലീൽ എന്താണെന്ന് കണ്ടു. ദ ഡോമിനന്റ് അല്ലീൽ, ഡോമിനന്റ് ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഡോമിനന്റ് അല്ലീൽ. ഡോമിനന്റ് അല്ലീലാണ് ഡോമിനന്റ് ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുക. ആൻഡ് ദ റെസസീവ് ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റെസസീവ് അല്ലീൽ അല്ലേ. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഏത് അല്ലീലാണോ ഏത് അല്ലീലിന്റെ ഫീച്ചർ ആണോ എക്സ്പ്രസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ ഡോമിനന്റ് അല്ലീൽ. ആ ക്യാരക്ടർ ആയിരിക്കും ഡോമിനന്റ് ട്രേറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് 2 ടേംസ് ആണ്. വാട്ട് ഈസ് ജീനോടൈപ്പ്? ഓക്കെ, ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. ഓക്കെ, ജീനോടൈപ്പ് എന്ന് വെച്ചാൽ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഓക്കെ, ആ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെയാണ്, ജനറ്റിക് മേക്കപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ജീനോടൈപ്പ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഫെമിലിയർ, നമ്മൾ മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് മിസ് ഒരു റിവിഷൻ പോലെ മാത്രമേ ഈ ഒരു ടോപ്പിക്സ് കൊണ്ടുപോകുന്നുള്ളൂ. ഓക്കെ, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ഇനി ജീനോടൈപ്പ് എന്താണ്? ഇറ്റ് ഈസ് ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അല്ലീൽസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ, ജനറ്റിക് മേക്കപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ജീനോടൈപ്പ് എന്ന് പറയാം. ഓക്കെ, ജീനോടൈപ്പ് നമുക്ക് വിസിബിൾ ആണോ? അല്ല, ബിക്കോസ് അത് നമ്മുടെ ജീൻസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യമാണ് അല്ലേ, നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് കാണാം? ഈ അല്ലീൽസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, അല്ലീൽസ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ജീനോടൈപ്പ്? ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ജനറ്റിക് മേക്കപ്പ് ഈസ് ദ ജീനോടൈപ്പ് ആൻഡ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് ദ ഫീനോടൈപ്പ്. ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് ദ ഫീനോടൈപ്പ്. നമ്മൾ മുമ്പേ പ്ലാന്റ് ഹൈറ്റ് പറഞ്ഞപ്പോൾ, ഓക്കെ, ക്യാപിറ്റൽ ടി ഇഫ് ബോത്ത് ദ അല്ലീൽസ് ആർ ഡോമിനന്റ്, ക്യാപിറ്റൽ ടി വന്നാൽ പ്ലാന്റ് എങ്ങനെയാവുമെന്നാണ് പറഞ്ഞത്? ടോൾ പ്ലാന്റ് ആകുമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടോൾ പ്ലാന്റ് ആകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്ലാന്റിന്റെ ഉള്ളിലെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപിറ്റൽ ടി ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഒരു പ്ലാന്റിന്റെ ഉള്ളിലെ ആ ഒരു ജനറ്റിക് മേക്കപ്പ് ക്യാപിറ്റൽ ടി ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? പ്ലാന്റ് ടോൾ ആണോ ഷോർട്ട് ആണോ എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്ലാന്റിന്റെ ഹൈറ്റ് നമുക്ക് വിസിബിൾ ആണ് അല്ലേ.
ആ ഒരു ക്യാരക്ടർ, ആ ഒരു ട്രെയ്റ്റ് എന്താണ്, നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ വിസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, ഇതാണ് എന്ത്, വിസിബിൾ ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, ദാറ്റ് ഇസ് ദ ഫീനോടൈപ്പ്. ഓക്കെ, ഫീനോടൈപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഫിസിക്കൽ ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ജീനോടൈപ്പ്? ആ ഒരു എന്താണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ അല്ലീൽസിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ജനറ്റിക് മേക്കപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജീനോടൈപ്പ് എന്ന് പറയുക, ജീനോടൈപ്പ്. ഓക്കെ, ജീനോടൈപ്പ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കിയ ടേംസ് ആണ് ഏതൊക്കെ, ജീനോടൈപ്പും ഫീനോടൈപ്പും. ഓക്കെ, ദെൻ നമ്മൾ ക്രോമസോംസിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകളാണ്. ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന ടേംസ് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ജനറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു, ദെൻ വാട്ട് ഈസ് ഹെറിഡിറ്റി, ഹെറിഡിറ്റി എന്താണെന്ന് പറഞ്ഞു, ഇൻഹെറിറ്റൻസ് ഓർ ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ദെൻ വാട്ട് ഈസ് എ ക്യാരക്ടർ, ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു, ട്രെയ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ വാട്ട് ഈസ് ജീനോടൈപ്പ്, വാട്ട് ഈസ് ഫീനോടൈപ്പ്. ഇത്രയും കാര്യങ്ങൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള നമ്മൾ ജനറ്റിക്സിൽ വരുന്ന കുറച്ച് ടേംസ് മാത്രമാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ക്രോമസോംസ് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാം. ക്രോമസോംസ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് എന്താ, ക്രോമസോംസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്രോമസോം, എന്താ ക്രോമസോം, എന്താ? Chromosomes are the thread-like structures made of DNA and proteins that carry genes. Okay, അപ്പോൾ നമ്മുടെ ജീൻ എന്താണെന്ന് ഓൾറെഡി കണ്ടതാ അല്ലേ? What is a gene? The functional unit of DNA or a small segment of DNA. ഫങ്ഷണൽ ആയിട്ടുള്ള DNA-യുടെ ഒരു സ്മോൾ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നമ്മൾ ജീൻ എന്ന് പറയുക. ഓക്കെ, സോ നമ്മുടെ DNA-നെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. DNA എന്താണ്, ഇറ്റ് ഈസ് എ ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇവരപ്പോൾ ഈ ത്രെഡ് പോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ലോങ് ആണ്. നമ്മുടെ സെല്ലിൽ അതിന് എന്താണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നതെന്നറിയാം. അപ്പോൾ അവരെ അതിനകത്ത് ഒതുക്കി വെക്കണം അല്ലേ, അവരെ അതിനകത്ത് ഒതുക്കി വെക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രോട്ടീൻസിനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഇവരെ ഒതുക്കി വയ്ക്കുക. ഓക്കെ, അത് നമ്മുടെ സെൽ ഡിവിഷൻ്റെ സമയത്താണ്. ഓക്കെ, സെൽ ഡിവിഷൻ്റെ സമയത്താണ് ഈ ക്രോമസോം എന്ന് പറയുന്ന ആ ഒരു കണ്ടൻസ്ഡ് സ്ട്രക്ചർ, ആക്ച്വലി DNA കണ്ടൻസ് ചെയ്ത് തന്നെ പാക്ക് ചെയ്ത് കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് എന്ത്, ക്രോമസോം എന്ന് പറയാം. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ സെല്ല് നമ്മൾ എടുക്കുകയാണ്, ദിസ് ഈസ് അവർ സെൽ. ഓക്കെ, സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. നോർമൽ കണ്ടീഷനിൽ ഇവരെ ഇങ്ങനെയാണ് കാണുക, ഒരു എന്താണ്, ഈ നൂലൊക്കെ കെട്ടുപണിഞ്ഞ് കിടക്കില്ലേ, അല്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഊരി പോകുമ്പോൾ എന്താണ്, അതിങ്ങനെ കെട്ടുപണിഞ്ഞ് കിടക്കില്ലേ, ഈ ഒരു കണ്ടീഷനെയാണ്, അല്ലെങ്കിൽ DNA ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്രോമാറ്റിൻ എന്ന് പറയുക. ക്രോമാറ്റിൻ എന്താ പറയുക, ക്രോമാറ്റിൻ എന്ന് പറയും. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ DNA എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, സെല്ലിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമാറ്റിൻ ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുക, സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും, വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ, this chromatin condenses to form chromosome. During the time of cell division, this chromatin condenses or this chromatin supercoils. Okay, supercoil ചെയ്ത് എന്തായിട്ട് മാറും, ക്രോമസോം ആയിട്ട് മാറും. ഓക്കെ, ക്രോമസോം ആയിട്ട് മാറും. ദിസ് ഹൈലി സൂപ്പർകോയിൽഡ് കണ്ടൻസ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്രോമസോം എന്ന് പറയാം. ഓക്കെ, ക്രോമസോം. ഓക്കെ, അപ്പോൾ ക്രോമസോം എപ്പോഴാണ് ഫോം ചെയ്യുക, സെൽ ഡിവിഷൻ്റെ സമയത്താണ് ഫോം ചെയ്യുക. ഓക്കെ, ക്രോമസോം സെൽ ഡിവിഷൻ്റെ സമയത്താണ് ഫോം ചെയ്യുക. ഇനി നമ്മൾ ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോമിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം മിസ് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോമിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോമിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? മിസ് ഒരു ഇച്ചിരി വെള്ളം കുടിക്കുമ്പം നിങ്ങൾക്ക് ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോമിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തെടുക്കുക, ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, അപ്പം മിസ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരും. എന്തൊക്കെ അറിയാം ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോമിനെ കുറിച്ച്? എന്തൊക്കെ അറിയാം ഹ്യൂമൻ ക്രോമസോമിനെ കുറിച്ച്? എന്തൊക്കെ അറിയാം? മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ.
ഹ്യൂമൻ ബീങ്സിൽ എത്ര ക്രോമസോം ഉണ്ട്? ഇൻ ഹ്യൂമൻ ബീങ്സ് humans have 46 chromosomes, 46 chromosome in each cell അല്ലേ? സെല്ല് ബോഡി സെൽ, സൊമാറ്റിക് സെൽ ഓർ വെജിറ്റേറ്റീവ് സെൽസിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 chromosomes are present and they are arranged in 23 pairs. Okay, they are arranged in 23 pairs. Okay, so here we can see a representation of human chromosomes. Okay, ഇവിടെ എത്ര പേരുണ്ട്? This is a chromosome, this is a chromosome, this is another chromosome, this is another chromosome, അത് വേറൊരു ക്രോമസോം ആണ്. ഈ ഓരോ യൂണിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഓരോ ക്രോമസോംസ് ആണ്. അങ്ങനെ ടോട്ടൽ എത്ര ക്രോമസോംസ് ഉണ്ട്? ഇൻ ഹ്യൂമൻ ബീങ്സ് there are 46 chromosomes present in the vegetative cell or in the body cell. Okay, നമ്മുടെ ബോഡി സെല്ലിൽ 46 chromosomes ഉണ്ട് and they are arranged as 23 pairs. അവരെ ഈ 46 ക്രോമസോമിനെ എങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇൻ 23 pairs. These 46 chromosomes are arranged in 23 pairs. Okay, so this is the first pair. Okay, this is the first pair, this is the second pair, this is the third pair. പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് പേര് കാണും അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ രണ്ട് പേരുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് പെയർ, ദിസ് ഇസ് ദ തേർഡ് പെയർ. അങ്ങനെ എത്ര പെയേഴ്സ് ഉണ്ട്? ഇൻ 23 പെയേഴ്സ്. ഓക്കെ, ഇൻ 23 പെയേഴ്സിലാണ് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ out of these 23 pairs of chromosome, first 22 pairs are, ആദ്യത്തെ 22 പെയേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഓട്ടോസോംസ്. ഓക്കെ, ഫസ്റ്റ് out of the 23 pairs, the first 22 pairs are autosomes and 23rd pair or the last pair. Okay, 23rd pair or the last pair എന്താണ്? That is the sex chromosomes. Sex chromosomes. Okay, അതാണ് എന്ത്? സെക്സ് ക്രോമസോംസ് എന്ന് പറയാം. ഓക്കെ, സോ 22 pairs of autosomes and a 1 pair of sex chromosomes. Total 46 chromosomes present in human beings in body cell അല്ലേ? ബോഡി സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 chromosomes ഉണ്ട് and they are arranged in 23 pairs. First 22 pairs are the autosomes and the last pair is the sex chromosome. ഓക്കെ, ഇത്രയാണ് ബേസിക് ഐഡിയ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു chromosomes are arranged in pairs. Okay, chromosomes are arranged in pairs and these pair, ആ ഒരു പെയറിനെ നമ്മൾ എന്തെന്നാ പറയാ? And that pair is known as the homologous pair. Okay, these are two homologous chromosomes. ചുമ്മാ ഏതെങ്കിലും ക്രോമസോംസ് എന്ത് ചെയ്തിരിക്കില്ല? അടുത്ത് ഒന്നിച്ചങ്ങനെ ഇരിക്കില്ല. only homologous chromosomes are arranged in pairs. Okay, പെയറിൽ ഇരിക്കുന്നത് ആരായിരിക്കും? homologous chromosomes ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് അവരെ homologous chromosomes എന്ന് വിളിക്കുക? Why they are known as homologous chromosomes? Because they are similar and identical. അവർ ഒരേപോലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു homologous pair ആണ്. This is a pair of homologous chromosome and this is another pair of homologous chromosome. ഇവരെല്ലാവരും എന്താണ്? homologous pairs ആണ്. ക്രോമസോംസിന്റെ homologous pairs ആണ്. നിങ്ങൾ homologous pairsനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് പേരും എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഒരു ക്രോമസോമിനെ പോലെ തന്നെയാണ് എന്ത്? അതിൻ്റെ നെക്സ്റ്റ് പെയറിൽ വരുന്ന ക്രോമസോമും ഇരിക്കുക. ഓക്കെ, അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്രോമസോംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹോമലോഗസ് ക്രോമസോംസ്. ഓക്കെ, ഇനി ഈ ഒരു ഹോമലോഗസ് ക്രോമസോമിൽ എത്ര ക്രോമസോം കാണും? ഒരു ഹോമലോഗസ് പെയറിൽ 2 ക്രോമസോംസ് കാണും. അതിൽ ഒരു ക്രോമസോം എവിടുന്ന് കിട്ടുന്നതാണ്? 1 chromosome. In this homologous pair of chromosomes, 1 chromosome we get it from our father and the next chromosome is from mother. ഓക്കെ, ആ ഒരു ഹോമലോഗസ് പെയറിലെ ഒരു ക്രോമസോം നമുക്ക് എവിടെ നിന്ന് വരുന്നത്? ഫാദറിൽ നിന്ന് വരുന്നതാണ്. മറ്റേ ക്രോമസോം എവിടെ നിന്നാണ് വരുന്നത്? മദറിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താ? ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ജനറ്റിക് കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഈക്വൽ ആണ്. ഫാദർ എത്ര ജീൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ജീൻസ് തന്നെ ആരും കൊടുക്കുന്നുണ്ട്? മദറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 46 chromosomes ആണ് in a human being. In the body cell there present 46 chromosome. Out of this 46 chromosome, 23 chromosomes are from father. 23 chromosomes are from father and 23 chromosomes are from mother. മദറിൻ്റെയും ഫാദറിൻ്റെയും ജനറ്റിക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ആൻഡ്
ആൻഡ് the chromosomes or the paternal contribution, ഫാദറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫാദറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്രോമസോംസിനെ നമ്മൾ എന്ത് പറയും? we called it as paternal chromosomes. paternal chromosomes എന്ന് പറയും. the chromosomes we get from our father, അവർ എന്തെന്നാ പറയുക? paternal chromosomes എന്ന് പറയും. and the chromosomes that is from mother, അതിനെ maternal chromosomes എന്ന് പറയും. okay, maternal chromosomes and paternal chromosomes. എന്താ പറഞ്ഞത്? ഹ്യൂമൻ ബീങ്സിൽ, in human beings overall 46 chromosomes are present, and these 46 chromosomes are arranged in 23 pairs. each of that pair is known as a homologous pair. okay, homologous pair എന്നാണ് പറയാ. and in that homologous pair one chromosome is from father and one is from mother. അല്ലേ? ആ ഒരു homologous pair എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ്? ഒരു ക്രോമസോം ആര് തരുന്നു? ഫാദർ തരുന്നു. പറ്റേണൽ കോൺട്രിബ്യൂഷൻ ആണ്. മറ്റേ ക്രോമസോം ആര് തരുന്നു? മദർ തരുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പറയും? മറ്റേണൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മറ്റേണൽ ക്രോമസോം എന്ന് പറയും. അങ്ങനെ 23 പേരുണ്ടല്ലേ? 23 പേരുണ്ട്. ആ 23 പേരിൽ ഫാദർ എത്ര ക്രോമസോം തരുന്നുണ്ട്? 23 ക്രോമസോംസ് തരുന്നുണ്ട്. മദർ എത്ര ക്രോമസോംസ് തരുന്നുണ്ട്? മദറും 23. ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ്. ഫാദറിൻ്റെയും മദറിൻ്റെയും കോൺട്രിബ്യൂഷൻ, ജനറ്റിക് കോൺട്രിബ്യൂഷൻ എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഹ്യൂമൻ ക്രോമസോംസും നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. ഇനി നമ്മൾ പറയുമ്പോൾ നമ്മൾ മെയിൽസിൻ്റെ കേസ് പറയുമ്പോൾ ഓക്കെ, ഇതൊക്കെ ഫീമെയിൽ, ഇതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് ആണ്. സെക്സ് ക്രോമസോംസ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ നോക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഹോമലോഗസ് പെയർ പറയുമ്പോൾ ഒരു കാര്യവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹോമലോഗസ് പെയർ പറയുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്സ് ക്രോമസോംസ് 2 തരത്തിലാണ്. ഓക്കെ, സെക്സ് ക്രോമസോംസ് 2 തരത്തിലാണ്. ഓക്കെ, ഫീമെയിൽസിലാണെങ്കിൽ ഓക്കെ, ഫീമെയിൽസിലെ സെക്സ് ക്രോമസോംസ് എങ്ങനെയാണ്? XX, ബോത്ത് ആർ സിമിലർ. XX രണ്ടും എക്സ് ടൈപ്പ് ആണ്. ബോത്ത് സെക്സ് ക്രോമസോംസ് ആർ സെയിം, എക്സ് ടൈപ്പ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് മെയിൽസിന്റെ സെക്സ് ക്രോമസോംസ് എങ്ങനെയാണ്? മെയിൽസിൽ വൺ ഈസ് എക്സ് ടൈപ്പ് ആൻഡ് ദ അതർ ഈസ് വൈ ടൈപ്പ്. ഓക്കെ, ഒന്ന് എക്സ് ടൈപ്പും ഒന്ന് വൈ ടൈപ്പും ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സെക്സ് ക്രോമസോമിന്റെ കേസ് എടുക്കുമ്പോൾ സപ്പോസ് മീൻസ് ഇവിടെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് എക്സ് ക്രോമസോം. ഓക്കെ, ഫീമെയിൽസിന്റെ കേസാണ് എക്സ് ക്രോമസോം. 2 ക്രോമസോം ഉണ്ടല്ലോ, ബോത്ത് ആർ എക്സ് ടൈപ്പ്. ഇത് എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ഹോമലോഗസ് പെയർ ബിക്കോസ് ബോത്ത് ആർ സിമിലർ അല്ലെ? 2 എക്സും എന്താണ്? ഒരേപോലെയാണ്. സോ ദിസ് ഈസ് എ ഹോമലോഗസ് ക്രോമസോം. ഹോമലോഗസ് പെയർ. ഓക്കെ, ഹോമലോഗസ് പെയർ ആണ്. ഇനി നമ്മൾ മെയിൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ സെക്സ് ക്രോമസോംസ് ഇൻ മെയിൽസ്? എക്സ് ആൻഡ് വൈ ബോത്ത് ആർ നോട്ട് സിമിലർ, ദേ ആർ ഡിഫറെന്റ് അല്ലേ? രണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. സോ വൺ ഈസ് എക്സ് ടൈപ്പ്, ഒരെണ്ണം എന്താണ്? എക്സ് ക്രോമസോം ആണ്, എക്സ് ആണ്. ഒന്ന് എന്താണ്? വൈ ആണ്. വൈ ക്രോമസോം കുറച്ചുകൂടി ചെറുതാണ്. ഓക്കെ, ദിസ് ഈസ് വൈ ക്രോമസോം. ഇത് ഹോമലോഗസ് പെയർ ആണോ? ഹോമലോഗസ് പെയർ എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഇഫ് ബോത്ത് ദ ക്രോമസോംസ് ആർ സിമിലർ. ഓക്കെ, 2 ക്രോമസോംസും എന്താണ്? സിമിലർ ആകുമ്പോഴാണ് നമ്മൾ ഹോമലോഗസ് പെയർ എന്ന് പറയാം. ഈ ഒരു കണ്ടീഷനിൽ ഇവർ ഹോമലോഗസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബിക്കോസ് ദീസ് ആർ നോട്ട് സിമിലർ. ഒരാൾ എന്താണ്? ഷോർട്ട് ആണ് അല്ലേ? വൈ ക്രോമസോം എന്താണ്? ഷോർട്ട് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ ജനറ്റിക് കോൺട്രിബ്യൂഷൻ, ഫാദറിൻ്റെയും മദറിൻ്റെയും ജനറ്റിക് കോൺട്രിബ്യൂഷൻ എന്താണ്? ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ്. ഫാദറും 23 ക്രോമസോംസിനെ കൊടുക്കുന്നുണ്ട്. മദറും എത്ര കൊടുക്കുന്നുണ്ട്? 23 ക്രോമസോംസിനെ കൊടുക്കുന്നുണ്ട്. സോ ദ ജനറ്റിക് കോൺട്രിബ്യൂഷൻ ഓഫ് ബോത്ത് ഫാദർ ആൻഡ് മദർ ആർ ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് വരിക. ഓക്കെ, ദെൻ നമ്മൾ ഇനി മെയിൻ പോർഷനിലേക്ക് പോവാണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ച്. ഓക്കെ, ഇപ്പോൾ ക്രോമസോംസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോംസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. നൗ വി ആർ മൂവിങ് ടു ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഹി ഈസ് നോൺ ആസ് ദ father of genetics. Okay, he is known as the father of genetics. Okay, ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ആക്ച്വലി ഹി വാസ് എ പ്രീസ്റ്റ്. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹി സ്റ്റഡീഡ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഓക്കെ, അദ്ദേഹം സയൻസും മാത്തമാറ്റിക്സും ദ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ
അദ്ദേഹം എന്താണ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്ര സക്സസ് ഒന്നും ആയില്ല. ലേറ്റർ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മൊണാസ്ട്രിയിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി കൾട്ടിവേറ്റഡ് ഗാർഡൻ പീ. ഓക്കെ, ഗാർഡൻ പീ ഓർ അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പീ പ്ലാന്റ്സിൽ ഈ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആൻഡ് ഹി സെലക്ടഡ് ഗാർഡൻ പീ. ദ സയന്റിഫിക് നെയിം ഓഫ് പീ പ്ലാന്റ്സ് പൈസം സറ്റൈവ. ഓക്കെ, പൈസം സറ്റൈവ. ഇതാണ് ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിം, പൈസം സറ്റൈവ. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ സയൻസിലുള്ള നോളജും മാത്സിലുള്ള നോളജും ഒക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിൽ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു. സോ അദ്ദേഹത്തിൻ്റെ എന്താണ് ആ ഒരു സ്റ്റഡീസൊക്കെ എന്തായിരുന്നു? സക്സസ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. ആ ഒരു സമയത്ത് അതിന് അത്ര വലിയ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അദ്ദേഹം എന്താണ് മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിന് അത് എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്തത്. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് genetics. And അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ലോസ് ആണ് the law of dominant, law of segregation and law of independent assortment. Okay, so he selected the garden pea. Okay, Pisum sativum എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. This is the plant. Okay, then ആ ഒരു പ്ലാന്റിന് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. 7 characters. ഓക്കെ, 7 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു പീ പ്ലാന്റിന്റെ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ദ ഫ്ലവർ കളർ ഒരു ക്യാരക്ടർ ആയിരുന്നു. ദ നെക്സ്റ്റ് ഈസ് ഫ്ലവർ പൊസിഷൻ, നെക്സ്റ്റ് ഈസ് സീഡ് കളർ, സീഡ് ഷേപ്പ്, pod color and stem length. Okay, or the height of plant. These are the 7 contrasting characters of the garden pea. Garden pea ഉണ്ടായിരുന്ന 7 characters ആണ്. ഫ്ലവർ കളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ഏതായിരുന്നു? പർപ്പിൾ കളേർഡ് ഫ്ലവേഴ്സും വൈറ്റ് കളേർഡ് ഫ്ലവേഴ്സും. ദെൻ ഫ്ലവർ പൊസിഷൻ, ആക്സിയൽ ഫ്ലവേഴ്സും ടെർമിനൽ ഫ്ലവേഴ്സും. സീഡ് കളർ, യെല്ലോ സീഡ്സ് ആൻഡ് ഗ്രീൻ സീഡ്സ്. Seed shape, round seed and wrinkled seed. Pod shape, inflated and constricted. Pod in the shape. Okay, then pod color, green pods and yellow pods. Stem height or the height of the plant. Stem length or the height of plant. There are tall plants and dwarf plants. So these are the 7 characters. Okay, ആ ഒരു പീ പ്ലാന്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം സെലക്ട് ചെയ്ത ആ ഒരു 7 ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ ക്യാരക്ടേഴ്സിന്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹി കണ്ടക്റ്റഡ് ഹിസ് സ്റ്റഡീസ്. ഓക്കെ, ദെൻ നമ്മളിനി മെൻ്റലിൻ്റെ സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ക്രോസസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, മോണോ ഹൈബ്രിഡ് ക്രോസ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, മോണോ ഹൈബ്രിഡ് ക്രോസ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേരൻസ് എന്താണ്? ദേ ആർ ഡിഫറെൻറ്റ് ഓൺലി ഇൻ 1 ക്യാരക്ടർ. ഒരൊറ്റ ക്യാരക്ടർ. മോണോ മീൻസ് 1 അല്ലേ? മോണോ മീൻസ് 1. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ വാട്ട് ഈസ് ദ ഡൈ മീൻസ് 2. ഓക്കെ, അപ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ എന്താ ചെയ്യുക? വി ആർ കൺസിഡറിങ് 2 ക്യാരക്ടേഴ്സ്. നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മോണോ ഹൈബ്രിഡ് ക്രോസ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഹിയർ വി ക്യാൻ സീ എ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ ക്രോസ് കാണിക്കാം, മോണോ ഹൈബ്രിഡ് ക്രോസ് കാണിക്കാം. അദ്ദേഹം ആക്ച്വലി എന്താ ചെയ്തതെന്ന്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? ഫസ്റ്റ് ഹി സെലക്ടഡ് 2 plants, 1 tall plant and 1 short plant. Okay, homozygous. He selected homozygous parents. Okay, homozygous parents നെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. That means, which means a tall plant. Homozygous എന്ന് വെക്കുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ T ആയിരിക്കും. Okay, he selected a tall plant and a dwarf plant or short plant. Tall plantum, short plantum. Okay, these plants are in homozygous condition, which means that the genotype of this plant is capital T and the genotype of this plant is small t. These are parents. ഇവരെന്താണ്? parents ആണ്. Okay, parents. വേറൊരു കളറിൽ എഴുതാം അല്ലേ? ഇവരെന്താണ്? parents ആണ്. Okay, he selected one tall plant and 1 short plant. The parents are in homozygous condition. Okay, and അദ്ദേഹം എന്ത് ചെയ്തു? He crossed these 2 plants
and there obtained a tall plant. അവിടെ എന്താ കിട്ടിയത്? In the F1 generation obtained a tall plant. Okay, tall plant ആണ് കിട്ടിയത്. അതിനു മുമ്പ് നമുക്ക് അവിടെ gametes എഴുതാം. Okay, gametes എഴുതാം. ഈ ടോൾ പ്ലാന്റിൽ നിന്ന് എത്ര ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവും? ഓൺലി വൺ ടൈപ്പ് ഗമീറ്റ്. ഓക്കെ, ബിക്കോസ് എന്താണ്, ദിസ് പ്ലാന്റ് ഈസ് ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ. സോ ഹിയർ പ്രൊഡ്യൂസസ് എ ഗമീറ്റ് ഓൺലി വിത്ത് ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആൻഡ് ദിസ് പ്ലാന്റ് ഈസ് ഷോർട്ട്. സോ ഹിയർ ഫോംസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഗമീറ്റ്, ദാറ്റ് ഈസ് സ്മോൾ ടി. സ്മോൾ ടി അല്ലിയിലുള്ള അല്ലെങ്കിൽ സ്മോൾ ടി ടൈപ്പുള്ള ഒരു ഗമീറ്റ് മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ദിസ് ടു ഗമീറ്റ്സ് ഫ്യൂസസ്, അല്ലെ, ദിസ് ടു ഗമീറ്റ്സ് ഫ്യൂസസ് ആൻഡ് ഫോം എ ഓഫ്സ്പ്രിങ്. അവിടെ ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാവും. സോ ഇവിടെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് എന്താണ്? അതിൻ്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദ ഫീനോടൈപ്പ് ഓഫ് ദിസ് പ്ലാന്റ്? The phenotype of this plant is tall plant ആയിരിക്കും, അല്ലേ? So this is the first filial generation or the F1 generation. Okay, this is the F1 generation. F1 generation. ഈ ഒരു tall plant ആണ് F1 generationൽ കിട്ടിയത്. What is the genotype of this plant? Capital T small t. ഓക്കെ, അപ്പം അദ്ദേഹത്തിനൊരു ഡൗട്ട്. ഓക്കെ, അദ്ദേഹത്തിന് നമ്മുടെ ജോഹാൻ മെൻഡലിനൊരു ഡൗട്ട്. എങ്ങനെയുള്ള പ്ലാന്റ്സ് എടുത്ത? ഒരു ടോൾ പ്ലാന്റും എടുത്തു, ഒരു ഷോർട്ട് പ്ലാന്റും എടുത്തു. പക്ഷേ അവിടെ F1 ജനറേഷനിൽ എന്തു മാത്രമേ കിട്ടിയുള്ളൂ? ടോൾ പ്ലാന്റിനെ മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ സ്റ്റഡി സ്റ്റോപ്പ് ചെയ്തോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ F1 കിട്ടിയ ടോൾ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചു. ഓക്കെ, that is he self-pollinated the F1 generation, which means capital T small t into capital T small t. That is the self-pollination. Selfing of the F1 generation. Selfing of the F1. Selfing of F1. Okay, now we are going to write the gametes. Gametes എഴുതാൻ വേണ്ടി പോവാണ്. So ഇവിടെ എന്താണ് ഗമീറ്റ് നമുക്ക് കിട്ടുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റും കിട്ടും, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റും കിട്ടും, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റും കിട്ടും. ഓക്കെ, ഫസ്റ്റ് കേസിൽ എന്താണ്? ഓൺലി വൺ ടൈപ്പ് ഓഫ് ഗമീറ്റ്, അല്ല, ഒരൊറ്റ ഗമീറ്റ്. രണ്ട് അല്ലീൽസും സിമിലർ ആയതുകൊണ്ട് നമ്മൾ ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമേ അവിടെ കിട്ടുള്ളൂ. സോ ഒരു പ്രാവശ്യം അത് അവിടെ എഴുതിയുള്ളൂ. ഇവിടെ എന്താണ്? രണ്ട് ടൈപ്പ്. ദ അല്ലീൽസ് ആർ ഡിഫറെന്റ്. ഓക്കെ, സോ ടു ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആർ ഫോം. രണ്ട് ടൈപ്പിലുള്ള ഗമീറ്റ്സ് അവിടെ ഉണ്ടാവും. ആൻഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷനിൽ എന്താണ്? ഈ ഒരു ഗമീറ്റ് ഡിഫറെൻറ്റ് എന്താണ് പ്രോബബിലിറ്റീസ് ഉണ്ട്, അല്ലേ? ചാൻസസ് ഉണ്ട്. ഏത് ടൈപ്പ് ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യണം എന്നുള്ളതിന് ഡിഫറെൻറ്റ് ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് ദീസ് ടു ഗമീറ്റ്സ് ഗെറ്റ് ഫ്യൂസ്ഡ്, ഈ ഒരു രണ്ട് ഗമീറ്റ്സ് എന്ത് ചെയ്യാം? ഫ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ദർ ഇസ് എ ചാൻസ് ഓഫ് ഫ്യൂഷൻ ഓഫ് ദീസ് ടു ഗമീറ്റ്സ്. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാം? ഫ്യൂസ് ചെയ്യാം. സോറി, തെറ്റിപ്പോയാ. ഓക്കെ, ഇങ്ങനെ എന്താണ്? ദർ ആർ 4 different chances of fusion, അല്ലേ? 4 തരത്തിൽ ഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് ദീസ് ടു ഗമീറ്റ്സ്, ഇവർ രണ്ടുപേരുമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഓക്കെ, ദെൻ ഈ രണ്ട് ഗമീറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ആൻഡ് ഹിയർ ഓൾസോ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ആൻഡ് ഹിയർ സ്മോൾ ടി സ്മോൾ ടി. ഓക്കെ, സോ 4 ടൈപ്പ് എന്താണ്? 4 തരത്തിൽ അവിടെ ഫ്യൂഷൻ നടക്കാം. So what is the phenotype of this plant? What is the phenotype of this plant? This is tall plant. Okay, this is tall plant, and these two are also tall plant. Alle, tall plants aana. Then this is a dwarf plant. This is a dwarf plant or short plant. Okay, short plant. So this is the F2 generation. This is the F2 generation, second filial generation or the F2 generation. F2 generation la enganeya kittiyathu? 3 tall plants and 1 dwarf plants, alle? 3 tall plantum, 3 tall and 1 short plant. Okay, 1 short plant.
So what is the phenotypic ratio of F2 generation? What is the phenotypic ratio of F2 generation in a monohybrid cross? The phenotypic ratio of F2 generation is 3:1. That is 3 tall is to 1 short plant. എല്ലാരും എന്തല്ല tall അല്ല. There is a 1 short plant. Okay, 1 short plant ഉണ്ട്. Okay, 1 means 1 quarter. 1 quarter ആണ് കേട്ടോ. 1/4 are short. Okay, so ഇനി നമ്മൾ genotypic, this is the phenotypic ratio. Okay, monohybrid crossile phenotypic ratio ആണ് എന്ത് 3:1 എന്ന് പറയുന്നത്. So what is the genotypic ratio of F2 generation? Monohybrid crossile F2 generation ന്റെ genotypic ratio എന്താണ്? 1 capital T is to 1 capital T is to 2 capital T small t is to 1 small t, which means 1 is to 2 is to 1. This is the genotypic ratio of F2 generation. Okay, this is the 3:1 is the phenotypic ratio and 1:2:1 is the genotypic ratio. Okay, നമ്മളിപ്പോൾ monohybrid cross ആണ് എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത്. Okay, monohybrid cross ആണ് ഡിസ്കസ് ചെയ്തത്. Then നെക്സ്റ്റ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് മനസ്സിലായല്ലോ. വാട്ട് ഇസ് എ മോണോഹൈബ്രിഡ് ക്രോസ്? അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിൽ എന്താണ് ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നുള്ളൂ. മെൻഡൽ എങ്ങനെയാണ് എടുത്തത്? ഹോമോസൈഗസ് പ്ലാന്റിനെയാണ് എടുത്തത്. ദെൻ ഹി ക്രോസ് ദാറ്റ് പേരന്റ് ജനറേഷൻ ആൻഡ് ഹി ഒബ്റ്റെയിൻഡ് ടാൾ പ്ലാന്റ്സ്. ഓക്കെ, ടാൾ പ്ലാന്റ്സ് ആ ഒരു ഡോമിനന്റ് ക്യാരക്ടർ മാത്രമേ എന്ത് ചെയ്തുള്ളൂ അവിടെ എക്സ്പ്രസ് ചെയ്തുള്ളൂ. ഓക്കെ, F1 ജനറേഷനിൽ ടാൾ പ്ലാന്റ്സ് മാത്രമേ ഡോമിനന്റ് ക്യാരക്ടർ മാത്രമേ express ചെയ്തുള്ളൂ. And in the next step he self pollinated the F1 generation. At that time F2 generationൽ വന്നപ്പോൾ എന്താണ് 1 quarter, okay, 1/4 of the plants are എങ്ങനെയായിരുന്നു അത് എക്സ്പ്രസ് ദ റെസസീവ് ട്രേറ്റ്. ഓക്കെ, ആ ഒരു റെസസീവ് ട്രേറ്റ് എന്ത് ചെയ്തു എക്സ്പ്രസ് ചെയ്തു. ആൻഡ് നിങ്ങൾ പിന്നെ ഓർത്ത് വെക്കേണ്ടതാണ് ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ദ F2 generation of a monohybrid cross is 3:1 and the genotypic ratio is 1:2:1. ഓക്കെ, അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആ ഒരു മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണ്? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ ഇപ്പോൾ കണ്ടതിൻ്റെ ഒരു ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു ടോൾ പ്ലാന്റും ഒരു ഷോർട്ട് പ്ലാന്റും എടുത്തു. F1 ജനറേഷനിൽ ഓൾ ഓഫ് സ്പ്രിങ്സ് ആർ ടോൾ. only the dominant character is expressed. Okay, only the dominant character is expressed. And in the second step he self pollinated the F1 generation. Okay, this is the F1 generation. In the F1 generation all plants were tall and he self pollinated the F1 generation. And in the F2 generation he obtained 3 tall plants and 1 short plant, which means the 1/4 of the offsprings express the recessive trait. Okay, 1/4 ആൾക്കാർ എന്താ എക്സ്പ്രസ് ചെയ്തത്? റെസസീവ് ട്രേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഡോമിനന്റ് അല്ലീലാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഡോമിനന്റ് അല്ലീലാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു. ആൻഡ് എന്തുകൊണ്ടാണ് അവിടെ ഡോമിനന്റ് അല്ലീൽ എക്സ്പ്രസ് ചെയ്യുന്നത്? ഓർ വൈ ദിസ് എന്താണ് ഈ ഒരു റെസസീവ് അല്ലീൽ എന്തുകൊണ്ട് അവിടെ എക്സ്പ്രസ്ഡ് ആവുന്നില്ല? because the dominant allele masks the expression of recessive allele. That is the law of dominance. Okay, law of dominance എന്താണ്? ഒരു എന്താണ് ഡോമിനന്റ് അല്ലീൽ എന്ത് ചെയ്യുന്നു? ദ റെസസീവ് അല്ലീലിനെ മാസ്ക് ചെയ്യുന്നു. ദ ഡോമിനന്റ് അല്ലീൽ മാസ്ക് ദ എക്സ്പ്രഷൻ ഓഫ് ദ റെസസീവ് അല്ലീൽ. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഡോമിനന്റ് അല്ലീൽ എന്ത് ചെയ്യുന്നു? ആ ഒരു റെസസീവ് അല്ലീലിന്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഒരു റെസസീവ് ക്യാരക്ടർ എന്ത് ചെയ്യാത്തത്? അവിടെ എക്സ്പ്രസ് ചെയ്യാത്തത്. ഇനി ഈ റെസസീവ് ക്യാരക്ടർ എപ്പോഴേ എക്സ്പ്രസ് ചെയ്യൂ? ഇഫ് ബോത്ത് ദ അല്ലീൽസ് ആർ recessive, there is no dominant allele. Okay, recessive allele കൂടെ ആര് കാണാൻ പാടില്ല? ഡോമിനന്റ് allele കാണാൻ പാടില്ല. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റെസസീവ് ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, if both the alleles are recessive, at that time the recessive trait is expressed. Okay, then
ഓക്കെ, ഇനി നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് നോക്കാൻ വേണ്ടി പോവാം. ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഇതുവരെ ജെനറ്റിക്സിലെ കുറച്ച് ടേംസ് നോക്കി. സെറ്റല്ലേ? ഒന്ന് പറഞ്ഞേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് മിസ് ചാറ്റ് അധികം ശ്രദ്ധിക്കാത്തത്. കാരണം ഇത് മൊത്തം പറയണം. അത്യാവശ്യം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആൻഡ് ഹെർഡിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ ഈ ഹെർഡിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മിസ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നമുക്ക് ഒത്തിരി ഡെപ്തിൽ പറയാനുള്ള ടൈം ഇല്ല. സ്ക്രീനിങ് ടെസ്റ്റിൽ ഒരുപാട് ഡെപ്തിൽ നോക്കിയില്ലെങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റാണോ എന്നൊന്ന് പറഞ്ഞേ. ഇപ്പം എന്താ പറഞ്ഞത്? നമ്മൾ ജെനറ്റിക്സിലെ കുറച്ച് ടേംസ് കണ്ടായിരുന്നു. അതിനകത്ത് ഡൗട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോമിനെ കുറിച്ച് കണ്ടു. ക്രോമസോം എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടു. ഓക്കെ, 46 ക്രോമസോംസ് ഉണ്ടെന്ന് കണ്ടു. 6 ക്രോമസോംസിനെ കുറിച്ച് കണ്ടു. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ മെന്റലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ കണ്ടത്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ എന്നൊന്ന് പറഞ്ഞേ. അപ്പം മിസ് ഇച്ചിരി വെള്ളം കുടിക്കും. ഓക്കെ, ഒന്ന് പറഞ്ഞേ, സെറ്റാണോ എന്നൊന്ന് പറഞ്ഞേ. ക്ലിയർ ആണോ? ഡൗട്ട് വരേണ്ട ആവശ്യമില്ല അല്ലേ? ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോയാലോ? എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ്? എന്താണ് ഒന്ന് പറ. ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നൊന്ന് പറഞ്ഞേ. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറ്റ് എ ടൈം എന്ത് ചെയ്യാണ്? 2 ക്യാരക്ടർ അവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അറ്റ് എ ടൈം 2 ക്യാരക്ടർ കൺസിഡർ ചെയ്യാണ്. അതാണ് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്യാരക്ടർ എടുക്കാൻ വേണ്ടി പോവാണ്. ഏതാ 2 ക്യാരക്ടർ? different in 2 traits. Okay, example, one parent is tall with round seed and the other is short with wrinkled seed. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് ഹൈറ്റ് ഓഫ് പ്ലാന്റും അതുപോലെ തന്നെ സീഡ് ഷേപ്പ്. ഓക്കെ, സീഡ് ഷേപ്പും ആണ് നമ്മൾ എടുക്കുന്ന 2 ക്യാരക്ടേഴ്സ്. സീഡ് ഷേപ്പ്. ഓക്കെ, പ്ലാന്റ് ഹൈറ്റിന് 2 ട്രേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് വെച്ചാൽ അത് 2 different traits of height of a plant, that is tall plants and short plants. Okay, or dwarf plant. And for seed shape there are 2 different traits, that is round seeds and wrinkled seeds. Okay, നമ്മൾ 2 ക്യാരക്ടർ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, 2 ക്യാരക്ടർ കൺസിഡർ ചെയ്യാണ്. ഏതൊക്കെയാണ്? ടോളും ഷോർട്ടും, ഹൈറ്റ് ഓഫ് പ്ലാന്റും സീഡ് ഷേപ്പും. ഓക്കെ, സോ മെന്റൽ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് എങ്ങനെയുള്ള പേരൻസിനെയാണ്? ദ പേരൻസ് ആർ ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള പേരൻസിനെയാണ് എടുക്കുന്നത്. വിച്ച് മീൻസ് ബോത്ത് അല്ലീൽസ് ആർ ഹിയർ. ഫോർ വൺ പേരന്റ് ബോത്ത് അല്ലീൽസ് ആർ സെയിം അല്ലേ? ഒരേപോലത്തെ അല്ലീൽസ് ആയിരിക്കും ഹോമോസൈഗസ് കണ്ടീഷനിൽ വരിക. സോ ദിസ് ഈസ് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ആൻഡ് ദിസ് ഈസ് tall plant with wrinkled seeds. Okay, short plant with wrinkled seeds. This is tall plant with tall round plant. ഇത് ആരാണ്? tall round plant ആണ്. This is tall round plant and this is short wrinkled plant. Okay, so he crossed these 2 parents. This is the parent generation and he crossed the 2 parents. ആൻഡ് അതിന് മുമ്പ് നമുക്ക് ഗമീറ്റ്സ് എഴുതണം. ഓക്കെ, ക്രോസിങ് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഗമീറ്റ്സ് എഴുതണം. സോ ഫ്രം ഹിയർ ഓൺലി 1 ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ആർ ഫോംഡ് അല്ലേ? TR എന്ന് പറയുന്ന. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഗമീറ്റ്സ് ഫോം ചെയ്യുക. ദെൻ ഇവിടെയോ? ഒരു കാര്യം മിസ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ T ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഗമീറ്റ് ആയിരിക്കും. ഹിയർ സ്മോൾ t സ്മോൾ r എന്ന് പറയുന്ന ഗമീറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. Okay, and these 2 gametes fused and the F1 generation is formed. What is the genotype of the F1 generation? Capital T small t, capital R small r. This is the F1 generation
And what is the phenotype of the F1 generation? Tall round plants. Okay, tall round ആയിരിക്കും. Okay, tall round. This is the F1 generation. Okay, ഇനി F1 generation കിട്ടിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക? സെൽഫ് പോളിനേറ്റിംഗ് ദ F1 generation. F1 generation സെൽഫ് പോളിനേറ്റ് ചെയ്യിക്കുകയാണ്. Okay, which means capital T small t capital T small t capital R small r cross capital T small t capital R small r. Okay, this is the F1 selfing of F1 cross F1 selfing of F1. Okay, so here എത്ര gametes form ചെയ്യും? Different gametes are formed. ഏതൊക്കെ ഗമീറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യുക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഫോം ചെയ്യും. ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഫോം ചെയ്യും. സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഉണ്ട്. സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഗമീറ്റ് ഉണ്ട്. ഈ പ്ലാന്റിൽ നിന്നും ആ സെയിം ഗമീറ്റ്സ് അല്ലേ ഫോം ചെയ്യുക? ഈ പ്ലാന്റിൽ നിന്നും ഇതുപോലെ തന്നെയായിരിക്കും ഗമീറ്റ്സ് ഫോം ചെയ്യുക. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ്, ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ്, small t capital R, then small t small r. Okay, so these are the different gametes formed from this parents. Okay, ഇങ്ങനെയുള്ള 4 ടൈപ്പ് ഗമീറ്റ്സ് ആണ് ഫോം ചെയ്യുക. സോ ഇതിങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വി ഡ്രോ എ പുനറ്റ് സ്ക്വയർ. പുനറ്റ് സ്ക്വയറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? പുനറ്റ് സ്ക്വയറിൽ വെച്ചിട്ടാണ് നമ്മളത് ക്രോസ് ചെയ്യുക. സോ നമ്മളൊരു പുനറ്റ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. പുന്നറ്റ് സ്ക്വയറിൽ നമ്മൾ ക്രോസ് എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ, പുന്നറ്റ് സ്ക്വയറിൽ നമ്മൾ ഹൊറിസോണ്ടലി ഗമീറ്റ്സ് എഴുതും. എന്നിട്ട് ഈ ഗമീറ്റ്സിനെ, ഈ പേരൻസിനെ ഗമീറ്റ്സിനെ നമ്മൾ എങ്ങനെ എഴുതുക? വെർട്ടിക്കലി താഴേക്കാണ് എഴുതുക. ഓക്കെ, പുന്നറ്റ് സ്ക്വയറിൽ വെർട്ടിക്കലി ആണ് എഴുതുക, ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ capital T small r, then small t capital R, then small t small r. Okay, പുന്നറ്റ് സ്ക്വയർ ഇട്ടു. ഇത് മായ്ച്ചേക്കാം. നമ്മൾ വെർട്ടിക്കലി താഴോട്ട് എഴുതിയല്ലോ, സോ നമുക്കിത് മായ്ച്ചേക്കാം. ഇനി നമ്മൾ F2 ജനറേഷനിൽ വരുന്ന ഓഫ്സ്പ്രിങ്സിനെ എഴുതാൻ വേണ്ടി പോവാം. എങ്ങനെയാണ് വരിക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി capital R capital R. Okay, if these two gametes fuses, we get a offspring. We get the offspring as capital T capital R capital R. എല്ലാം എന്താണ്? ഡോമിനന്റ് അല്ലീലാണ്. In this case capital T capital R small r. Here capital T small t capital R and capital T small t capital R small r. Okay, capital R small r. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് വരിക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, നമ്മൾ ഇങ്ങനെ എല്ലാം ഫുൾ എഴുതണം. ഓക്കെ, ഫുൾ എഴുതി കഴിയുമ്പോൾ ഫുൾ എഴുതാം അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, ദെൻ capital T small t capital R small r, then small t capital R, then small t capital R small r, then capital T small t capital R small r, capital T small t small r, then small t capital R small r, then small t small r. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ഒരു F2 ജനറേഷനിലെ ഓഫ്സ്പ്രിങ്സ് വരിക. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് എഴുതേണ്ടത് ഡോമിനൻറ്റ് അല്ലീലിനെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, ഡോമിനൻറ്റ് അല്ലീലിനെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ റെസസീവ് അല്ലീലിനെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ജീനോടൈപ്പിൻ്റെയും ഫീനോടൈപ്പ് കൂടി എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഓരോ ജീനോടൈപ്പിൻ്റെയും ഫീനോടൈപ്പ് കൂടി. ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഫീനോടൈപ്പ്? ടോൾ റൗണ്ട് ആയിരിക്കും അല്ലേ? ടോൾ റൗണ്ട്, ബിക്കോസ് ഓൾ ആർ
dominant alleles. So the dominant traits get expressed. അല്ലേ? So tall round ആയിരിക്കും. Here also tall round because one allele is dominant. അല്ലേ? അതുകൊണ്ട് ആ dominant character ആയിരിക്കും അവിടെ express ചെയ്യുക. So this is also tall round. This is also tall round. This is also tall round. Then ഇതും എന്താണ്? tall round ആണ്. This is tall wrinkled because both the alleles here both the alleles are recessive. So tall wrinkled ആണ്. ഇത് tall round ആണ്. This is tall wrinkled and this is tall round. This is tall round. This is short round. Okay, this is short round and this is short round. എന്തുകൊണ്ടാണ് ഷോർട്ട് റൗണ്ട് വന്നത്? ബിക്കോസ് ആ പ്ലാന്റ് ഹൈറ്റിൻ്റെ രണ്ട് അല്ലീൽസും എന്താണ്? റെസസീവ് ആണ്. സോ ഷോർട്ട് റൗണ്ട്. ദിസ് ഈസ് ടോൾ റൗണ്ട്. This is also, this is tall wrinkled. This is short round. This is short wrinkled. Okay. ഓക്കെ, അപ്പോൾ ഇത്രയും ഓഫ്സ്പ്രിങ്സിനെയാണ് നമുക്ക് എന്തിൽ കിട്ടുക? F2 ജനറേഷനിൽ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പഠിക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ ഓഫ് എ ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെ കിട്ടും? 9:3:3:1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 9 tall round plants, then 3 tall wrinkled, 3 short round and 1 short wrinkled. അങ്ങനെ കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫീനോട്ടിപ്പിക്? നമ്മളിത് കൗണ്ട് ചെയ്ത് നോക്കണം. ഓരോ ക്യാരക്ടറും എത്ര എണ്ണം വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 എന്ന് കിട്ടും. ഓക്കെ, 9:3:3:1. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ദിസ് ഈസ് ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് F2 generation of a dihybrid cross. That is important. That is 9:3:3:1. Okay, അപ്പം മോണോഹൈബ്രിഡ് ക്രോസിലെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? ദാറ്റ് ഈസ് മോണോഹൈബ്രിഡ് ക്രോസിലെ ഫിനോട്ടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു? 3:1. ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:3:1. ആൻഡ് മോണോഹൈബ്രിഡ് ക്രോസിലെ ജീനോട്ടിപ്പിക് റേഷ്യോയും കൂടി ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് 1:2:1. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, F1 ജനറേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേരൻസിനെ എടുത്തത് എങ്ങനെയായിരുന്നു? പേരൻസ് F1 ജനറേഷനിൽ നമ്മൾ സെൽഫിങ് ചെയ്തപ്പോൾ പേരൻസിനെ എടുത്തത് ടോൾ റൗണ്ട് ആയിരുന്നു അല്ലേ? നമ്മൾ F1 ജനറേഷനിൽ ഓക്കെ സെൽഫിങ് ചെയ്യാനായിട്ട് നമ്മൾ സെൽഫിങ് ഓഫ് F1 അവിടെ പേരൻസ് എങ്ങനെയായിരുന്നു? ടോൾ റൗണ്ട് ആണ്. ഓക്കെ, ടോൾ റൗണ്ട് എന്നുള്ള പേരൻസ് ആണ് എടുത്തത്. ആൻഡ് ദെൻ ദീസ് ആർ പേരൻ്റൽ ക്യാരക്ടേഴ്സ് ഷോർട്ട് റിങ്കിൾഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് നമ്മളെടുത്ത പേരൻസ് ഇവർ. ഓക്കെ, ഫസ്റ്റ് നമ്മളെടുത്ത പേരൻസ് ദാറ്റ് ഈസ് ടോൾ റൗണ്ട് ആൻഡ് ഷോർട്ട് റിങ്കിൾഡ്. ഓക്കെ, ഇതല്ലായിരുന്നു നമ്മുടെ പേരൻസ്? ടോൾ റൗണ്ട് ആൻഡ് ഷോർട്ട് റിങ്കിൾഡ്. ഓക്കെ, ടോൾ റൗണ്ട് ആൻഡ് ഷോർട്ട് റിങ്കിൾഡ് ആയിരുന്നു നമ്മുടെ പേരൻസ്. നമുക്ക് F2 ജനറേഷൻ വന്നപ്പോൾ പുതിയ രണ്ട് കോമ്പിനേഷൻ കിട്ടി. എവിടെത്? സോ ദീസ് ടു ആർ
tall with round. നമുക്ക് F2 ജനറേഷനിൽ കിട്ടിയ ക്യാരക്ടേഴ്സ് ആണ് ഇതൊക്കെ, കിട്ടിയ ഓഫ്സ്പ്രിങ്സ് ആണ് ഇതൊക്കെ. tall with round, short with wrinkle, tall with wrinkle seed, short with round seed. Okay, so these two are parental characters. Okay, നമ്മൾ എടുത്ത പേരൻസിന്റെ ക്യാരക്ടേഴ്സ് ഉള്ള ഓഫ്സ്പ്രിങ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ പുതിയ രണ്ട് കോമ്പിനേഷനും കൂടി വന്നു അല്ലെ, പുതിയ രണ്ട് കോമ്പിനേഷനും കൂടി വന്നു. ബട്ട് അത് ന്യൂ കോമ്പിനേഷൻസ്, tall with wrinkled seeds, ഷോർട്ട് വിത്ത് റൗണ്ട് സീഡ്സ്. അതായത് ട്രേറ്റ്സ് അവിടെ എന്ത് ചെയ്തു, മിക്സപ്പ് ആയി. ഓക്കെ, മിക്സപ്പ് മീൻസ് അവരുടെ കോമ്പിനേഷൻ, പുതിയ രണ്ട് കോമ്പിനേഷനും കൂടി വന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ റീകോമ്പിനൻസ്, പുതിയ കോമ്പിനേഷൻസ് വന്നു. ആൻഡ് പുന്നറ്റ് സ്ക്വയർ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ആ ഒരു നമ്മൾ ആ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് തെറ്റിപ്പോവാതിരിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുന്നറ്റ് സ്ക്വയറിലാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ന്യൂ കോമ്പിനേഷൻസ് വന്നു. ഏതാ ന്യൂ കോമ്പിനേഷൻസ്? ടോൾ വിത്ത് wrinkled seed and short with round seeds are the recombinant types. Okay, പുതിയ രണ്ട് കോമ്പിനേഷൻസ് ആണ്. അതിനെ നമ്മൾ recombinant types എന്ന് വിളിക്കും. Okay, these did not appear in the parent generation but appear in the F2. recombinant types എവിടെയാ അപ്പിയർ ചെയ്തത്? in the F2 generation. പേരൻസിൽ ഇല്ലായിരുന്നു അല്ലേ, F2വിൽ പുതിയതായിട്ട് വന്നതാണ് recombinant types എന്ന് പറയുന്നത്. Okay, the traits like plant height and seed shape are inherited independently of each other. This follows Mendel's law of independent assortment. Okay, എന്താ independent assortment എന്ന് വെച്ചാൽ എന്താ? അവിടെ പുതിയ കോമ്പിനേഷൻസ് വന്നു അല്ലേ. നമ്മുടെ എന്താണ് ജീൻസ്, നമ്മുടെ പ്ലാന്റ് ഹൈറ്റിൻ്റെ ജീൻ ഒരിക്കലും വിചാരിച്ചില്ല എന്താ ടോൾ പ്ലാന്റ് എപ്പോഴും റൗണ്ട് സീഡിൻ്റെ കൂടെ പോകൂ, അല്ലെങ്കിൽ ടോൾനെസ് എപ്പോഴും റൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ പോകൂ എന്ന് വിചാരിച്ചില്ല അല്ലേ. ട്രേറ്റ്സ് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അസോർട്ട് ചെയ്യുന്നു. ഒരു ജനറേഷനിലേക്ക് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് പോകുമ്പം എന്താണ്, ഈ ട്രേറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. എന്താണ്, ദേ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ്, ദ ട്രേറ്റ്സ് ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ്, they are independently, they are assorted independently. അതാണ് the law of independent assortment. ഓക്കെ, നമ്മുടെ മെന്റൽ പ്രപ്പോസ് ചെയ്ത ലോ ആണ് the law of independent assortment. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം എന്താണ് ഇത്? അപ്പം. മിസ് ലൈവ് എടുത്തപ്പോഴോ മിസ്സിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളവർക്കോ അറിയാം, അപ്പവും ചപ്പാത്തി അല്ലേ. ദിസ് ഈസ് എഗ് കറി and this is chicken. നമുക്കെന്താ, അപ്പം എഗ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും കഴിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തി എഗ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും കഴിക്കാം. അല്ലാതെ അപ്പത്തിൻ്റെ കൂടെ എപ്പോഴും എഗ് കറി മാത്രമേ കഴിക്കാവൂ എന്നില്ലല്ലോ. നമുക്കത് ഏത് കോമ്പിനേഷനിൽ വേണേലും യൂസ് ചെയ്യാം അല്ലേ, ഏത് കോമ്പിനേഷനിൽ വേണേലും നമുക്ക് കഴിക്കാം. എന്ന് പറഞ്ഞതുപോലെ ടോൾനെസ്സിന്, ആ ടോൾ എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റിന് റൗണ്ടിൻ്റെ കൂടെയും പോവാം, റിങ്കിൾഡ് എന്ന് പറയുന്ന ആ ട്രേറ്റിൻ്റെ കൂടെയും പോവാം. അതുപോലെ തന്നെ ഷോർട്ട് എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റിന് റൗണ്ടിൻ്റെ കൂടെയും പോവാം, റിങ്കിൾഡിൻ്റെ കൂടെയും പോവാം. അത് ഏത് കോമ്പിനേഷനിൽ വേണേലും വരാം. ബിക്കോസ് ദ ട്രേറ്റ്സ് ആർ അസോർട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഓക്കെ ഓക്കെ നമ്മുടെ ഈ റേഷ്യോ F2 ജനറേഷൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ആ ഒരു ഫിനോട്ടിപ്പിക് റേഷ്യോ ഓർത്ത് വയ്ക്കുക, 9:3:3:1. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെന്റലിൻ്റെ 3 ലോകൾ. ഓക്കെ, ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇത് മൂന്നും ഓർത്ത് വയ്ക്കുക. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലോ ഓഫ് ഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താണ്? വൺ അല്ലീൽ ഡോമിനേറ്റ്സ് ഓവർ ദ അതർ. ഓക്കെ, ഇപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ എന്ത് ചെയ്യുന്നു? only the trait, the trait of or the dominant trait is expressed. ക്യാപിറ്റൽ ടിയുടെ ക്യാപിറ്റൽ അല്ലീൽ ഡോമിനന്റ് അല്ലീലിന്റെ ട്രേറ്റ് ആണ് എന്ത് ചെയ്യുക? അവിടെ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ലോ ഓഫ് ഡോമിനൻസ്, വൺ അല്ലീൽ ഡോമിനേറ്റ്സ് ഓവർ ദ അതർ. എന്താണ്? രണ്ട് അല്ലീലിൽ എന്താണ് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഡോമിനന്റ് അല്ലീലായിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുക. മറ്റേത് എന്ത് ചെയ്യും? അവിടെ മാസ്ക് ചെയ്യും. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഡോമിനൻസ്, വൺ അല്ലീൽ ഡോമിനേറ്റ്സ് ഓവർ ദ അതർ. Next is law of segregation. Alleles separate during gamete formation. Okay, അതെന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഗമീറ്റ്സ് എഴുതിയപ്പോൾ ഇതൊരു ടോൾ പ്ലാന്റ് ആണ് അല്ലേ. നമ്മൾ ഗമീറ്റ്സ് എഴുതിയപ്പോൾ എന്താ എഴുതിയത്? ഇവർ രണ്ടുപേരെ ഒന്നിച്ച് ഇങ്ങനെയാണോ എഴുതിയത്? അല്ല. ഓക്കെ, അല്ല, സെപ്പറേറ്റ് ആയിട്ടല്ല എഴുതിയേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി
ഇങ്ങനെ 2 ഡിഫറെൻറ്റ് ഗമീറ്റ്സ് ആയിട്ട് എഴുതിയത്. ബിക്കോസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ, ഗമീറ്റ്സ് ഫോർമേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലോ ഓഫ് സെഗ്രിഗേഷൻ. അതും ആര് പ്രപ്പോസ് ചെയ്തതാണ്? മെൻഡൽ പ്രപ്പോസ് ചെയ്തതാണ്. ഓക്കെ, വാട്ട് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ? അല്ലീൽ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദ ഗമീറ്റ് ഫോർമേഷൻ. ഓക്കെ, നമ്മുടെ നോർമൽ സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഗമീറ്റ്സിൽ എത്രയേ ഉള്ളൂ? ഗമീറ്റ്സിൽ 23 ക്രോമസോംസേ ഉള്ളൂ. 23 ക്രോമസോംസേ ഉള്ളൂ. ഹാഫ് നമ്പറേ ഉള്ളൂ അല്ലേ? ഹാഫ് നമ്പറേ ഉള്ളൂ. ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ ദ ക്രോമസോം നമ്പർ റെഡ്യൂസ്ഡ് ടു ഹാഫ്, വിച്ച് മീൻസ് ഓൺലി 1 സെറ്റ് ഓഫ് ക്രോമസോം ഈസ് എൻ്റർ ഇൻ ടു എ ഗമീറ്റ് അല്ലെ. ഒരു ഗമീറ്റിനുള്ളിലേക്ക് എന്താണ്, ഒരൊറ്റ സെറ്റ് ക്രോമസോം മാത്രമേ പോകുന്നുള്ളൂ. വിച്ച് മീൻസ് ദീസ് 2 അല്ലീൽസ് ഗെറ്റ് സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദ ഗമീറ്റ് ഫോർമേഷൻ അല്ല. ഇവർ പെയർ ആയിട്ടിരുന്നവർ, ഓക്കെ, പെയർ ആയിട്ടിരുന്നവർ എന്ത് ചെയ്തു? ഗമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ദ ലോ ഓഫ് സെഗ്രിഗേഷൻ. അല്ലീൽസ് സെപ്പറേറ്റ് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്, വിച്ച് ഈസ് ഈച്ച് ട്രേറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ട്രേറ്റ്സ് ഡിപ്പെൻഡൻ്റ് ആണോ? അല്ല, അവർക്ക് എങ്ങനെ വേണേലും പോവാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരുടെ കൂടെ, ഏത് ട്രേറ്റിൻ്റെ കൂടെ വേണേലും പോവാം. ട്രേറ്റ്സ് ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ്, ദേ ആർ അസോർട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി. ദേ ക്യാൻ അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി. ദാറ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്. ഇപ്പം മെൻഡലിൻ്റെ 3 ലോസ് മനസ്സിലാക്കി വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ നോക്കാൻ വേണ്ടി പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി കുറച്ചേ ഉള്ളൂ, ഇനി വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ബിക്കോസ് ഇത് കുറച്ച് നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്കൊക്കെ എന്താണ്, ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേംസ് നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്തൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ജെനറ്റിക്സിൽ വരുന്ന ഓരോ ടേംസ് എന്താണെന്ന് നോക്കുക. ദെൻ ക്രോമസോംസിനെ കുറിച്ച്, ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോംസിനെ കുറിച്ച് നമ്മൾ നോക്കി. പിന്നെ മെൻറ്റലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും അതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ F2 ജനറേഷനിലെ ജീനോട്ടിപ്പിക് റേഷ്യോയും കൂടി ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? നിങ്ങൾക്ക് സെറ്റാണോ? ഓക്കെ, ജെനറ്റിക്സ് അല്ലെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ടഫ് ആവേണ്ട ആവശ്യമില്ല അല്ലേ. ഇനിയും ഇത് നോക്കാനുണ്ട്. അതുകൊണ്ട് മിസ്സ് നമുക്ക് കുറച്ചുകൂടെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മിസ്സ് കമൻറ്റ് ബോക്സ് തൽക്കാലത്തേക്ക് നോക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈവ് ചാറ്റിൽ അല്ലാതെ ഇട്ടാൽ മതി, മിസ്സ് അത് പറഞ്ഞു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻ ബീങ്സിൽ ഒരു ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഫാദർ ആണോ മദർ ആണോ? ഹ്യൂമൻ ബീങ്സിൽ ഒരു ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഫാദർ ആണല്ലേ. ഫാദർ. എന്താ ഫാദർ എന്ന് പറയാൻ കാര്യം? നമ്മൾ സെക്സ് ക്രോമസോംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ somatic cells or in the body cell, in human beings, in the body cell there present 46 chromosomes. Okay, 46 chromosomes. 20 they are arranged in 23 pairs. Out of that 23 pairs, 22 are autosomes, and the last pair or the 23rd pair is the sex chromosome. Okay, 23rd pair is the sex chromosome. In females, the sex chromosome, both the sex chromosomes or the alleles, both the രണ്ട് sex chromosome എന്താണ്, they are similar, or which means in females only XX type of sex chromosomes are present. Okay, in females only XX type of sex chromosomes are present, but in males XY type. These two are, both the sex chromosomes in males are not similar, they are different. One is X type and the other is Y type. ഒന്ന് എന്താണ് X type ആണ്, മറ്റേത് എന്താണ് Y type ആണ്. Okay, so during gamete formation ഇവരിങ്ങനെ പെയർ ആയിട്ടായിരിക്കും ഇരിക്കുക അല്ലേ, but during the time of gamete formation these two alleles get separated. Okay, that is the segregation. Okay, അവരെന്ത് ചെയ്യും? സെഗ്രേറ്റ് ചെയ്യും. and one pair, okay, one allele enter into one gamete and
the other is enter into next gamete. Okay, അപ്പോൾ നമ്മൾ മെയിൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ in males there are two types of gametes. Okay, one gamete with X type of chromosome and one with Y type of chromosome. ഓക്കെ, മെയിൽസിന് രണ്ട് ടൈപ്പ് ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ് ടൈപ്പ് ആൻഡ് വൈ ടൈപ്പ്. Okay, X type and one with X chromosome and one with Y chromosome. But in the case of females, they can only produce the X type of chromosome. ഇവിടെ രണ്ടും എന്താണ് സെയിം ആണ്, അതുകൊണ്ട് അവർക്ക് ഒരൊറ്റ ടൈപ്പ് എക്സ് എന്ന് പറയുന്ന ക്രോമസോം അല്ലെങ്കിൽ എക്സ് ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് മാത്രമേ ഉള്ളൂ എവിടെ ഉണ്ടാവുന്നുള്ളൂ, ഫീമെയിൽസിൽ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, സോ നോക്കിക്കേ, for at the time of fertilization, okay, at the time of fertilization there are two chances, alle edakkiya chances, this sperm, okay, gametes means the gametes in males, idu rendum endana, these two are sperms, idu rendum sperms aanu alle, male ile gametes eda sperms aanu, and this is ovum. Okay, female gamete edana, egg or ovum. Okay, ovum, egg or ovum. So during the time of fertilization there is a chance for fusing this sperm with this ovum. Okay, ഈ ഒരു എഗ്ഗിനെ ആർക്ക് ഫ്യൂസ് ചെയ്യിക്കാം, ഈ ഒരു സ്പെർമിനെ ഫ്യൂസ് ചെയ്യിക്കാം. അതുപോലെ തന്നെ there is another chance, there is a chance of fusing this sperm with this ovum. Okay, ഈ ഒരു എഗ്ഗിനെ ഈ രണ്ട് ടൈപ്പ് ഗമീറ്റ്സിനും എന്ത് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഫെർട്ടിലൈസ് ചെയ്യാൻ, ഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇവർ രണ്ടു പേർക്കും ഈക്വൽ ചാൻസ് ആണ് ഈ ഒരു ഓവോ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ. ഓക്കെ, ഇഫ് ദിസ് ടു ആർ ഗെറ്റ് ഫെർട്ടിലൈസ്ഡ് ഓർ ഫ്യൂസ്ഡ്, ഓക്കെ, XX ടൈപ്പ് ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത്, XX ടൈപ്പ് ആണ് ഫ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചൈൽഡിന് എങ്ങനെയായിരിക്കും, XX ആയിരിക്കും. ദ ചൈൽഡ് ഗോട്ട് ബോത്ത് X chromosomes. ഓക്കെ, ആ ഒരു ചൈൽഡിൽ രണ്ടും X ആയിരിക്കും. ഇഫ് ദിസ് Y gamete ഈസ് ഫ്യൂസ്ഡ് വിത്ത് ദിസ് egg, അങ്ങനെയാണെങ്കിലോ ദറ്റ് ഈസ് XY ആയിരിക്കും. ഓക്കെ, XY ആയിരിക്കും. ഓക്കെ, ഈ കേസിൽ ഇപ്പോൾ XX ആണ് വരുന്നതെങ്കിൽ ദ ചൈൽഡ് ഈസ് ഫീമെയിൽ, ദിസ് ചൈൽഡ് ഈസ് ഫീമെയിൽ ആൻഡ് ദിസ് ചൈൽഡ് ഈസ് മെയിൽ. ഓക്കെ, just അത്രേ ഉള്ളൂ. there are two types of gametes or two types of sex chromosome in males, X type and Y type. During the type X and Y chromosome, sex chromosome, during the time of gamete formation these two get separated and two types of they enter into the gametes. And in males there are two types of gametes, one which carrying X chromosome and one which carrying with one with Y chromosome. But in females only all gametes are similar. Okay, only X type of sex chromosome is present in female, so females possess only one type of gamete. If the X type of if the sperm with X chromosome fuses this egg, there forms a female child with XX. Okay, രണ്ട് X chromosome എന്താണ് സിമിലർ ആണ്. If the Y type എന്താണ്, if a sperm with Y sex chromosome fuses with this egg, there forms a male child. Okay, XY എന്ന് പറയുന്നത് മെയിൽസിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷനിൽ അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. പിന്നെ ഒരു മെയിൽ ചൈൽഡും ഇവിടെ X and Y. ഓക്കെ, ഓക്കെ, X ആൻഡ് Y എന്ന് പറയുന്നത് എക്സ് ഗമീറ്റോ അല്ലെങ്കിൽ ഗമീറ്റ്സ് സ്പേം വിത്ത് എക്സ് ഓർ സ്പേം വിത്ത് വൈ, ദറ്റ് ഈസ് ഈക്വൽ അല്ലേ. എക്സ് ടൈപ്പ് ഓഫ് ക്രോമസോമും എക്സ് ടൈപ്പ് ഓഫ് ഗമീറ്റും വൈ ടൈപ്പ് ഓഫ് ഗമീറ്റും ഈക്വലി ആണ് ഉണ്ടാകുക, വിച്ച് മീൻസ് അവിടെ 50 എക്സ് ഉള്ള സ്പേം ഉണ്ടെങ്കിൽ, സ്പേം വിത്ത് എക്സ് ക്രോമസോം, sperm with X chromosome, 50 sperm with Y chromosome ആയിരിക്കും. Okay, which means X is equal to Y. Okay, എക്സ് ഉള്ള ഗമീറ്റ്സ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ വൈ ക്രോമസോം ഉള്ള ഗമീറ്റ്സ് കൂടുതലാണെന്നോ അല്ല, രണ്ടുപേരും എന്താണ്, ഈക്വലി ആണ്. സോ ഒരു ഗേൾ ഉണ്ടാകാനും ഒരു ബോയ് ഉണ്ടാകാനും ഉള്ള ചാൻസസ് എന്താണ്, 50-50 ആണ്. രണ്ടും ഈക്വൽ ചാൻസ് ആണ് അല്ലേ. ഗേൾ ഉണ്ടാകാനും 50% ചാൻസ് ഓഫ് ബോയ്, 50% ചാൻസ് ഫോർ ഗേൾ. ഈക്വൽ പ്രോബബിലിറ്റി ബിക്കോസ് ദ റാൻഡം ഇൻഹെറിറ്റൻസ് ഓഫ് എക്സ് ഓർ വൈ ഫ്രം ദ
ഫാദർ. ഓക്കെ, ഈക്വൽ പ്രോബബിലിറ്റി ആണ് ആർക്കും. ഫീമെയിൽ ചൈൽഡ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി കൂടുതലില്ല, അതുപോലെ തന്നെ മെയിൽ ചൈൽഡ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയും കൂടുതലുണ്ട്. എന്താണ്, ഈക്വൽ ചാൻസ് ആണ്. ഓക്കെ, സോ അപ്പം ഇത്രയാണ് നമ്മുടെ ജനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റിയിലെ. ഇനി നമുക്ക് കുറച്ച് DNA കുറച്ച് പോർഷൻസും കൂടി നോക്കാനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റല്ലേ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ കൂടിയേ പഠിച്ചുള്ളൂ, ആദ്യത്തെ കുറച്ച് ടേംസ്, പിന്നെ എന്താണ് മെൻ്റലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്, ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോംസിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ദെൻ ഇവിടെ ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ, ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി നമുക്ക് DNA കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീരും. ഇനി ഇത്രയും ടഫല്ല, ഇത്രയും കണ്ടന്റിൽ ഈ ഒരു ഹെറിഡിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരിക. ഇനി വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന DNA കുറച്ച് കാര്യങ്ങളും RNA കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണ്. DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് ആണ്. ആസിഡ് എന്നാണ്. നമ്മുടെ DNA സ്ട്രക്ചർ എന്താണ്? ഡബിൾ ഹെലിക്സ് ആണ്. ഓക്കെ, DNA സ്ട്രക്ചർ എന്താണ്? ഡബിൾ ഹെലിക്സ് ആണ്. വിച്ച് മീൻസ് 2 സ്ട്രാൻഡ്സ് ഉണ്ട് അല്ലേ? ഇതാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രാൻഡാണ്, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് വേറൊരു സ്ട്രാൻഡാണ്. അവർ ഒരു ഹെലിക്കൽ മാനറിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡബിൾ ഹെലിക്സ് മോഡൽ ഓർ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുക. ദെൻ നമ്മുടെ ഈ ഒരു DNA യൂണിറ്റ്സ് എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഓക്കെ, DNA ഈസ് മെയ്ഡ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇനി ന്യൂക്ലിയോടൈഡ്സിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ എ ഷുഗർ അല്ലേ? ഷുഗർ ഉണ്ട്. അത് DNA കേസിൽ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ദെൻ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ദെൻ ദർ ഇസ് എ നൈട്രജൻ ബേസ്. ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന DNA സ്ട്രക്ചർ ആണ് അല്ലേ? DNA, the full form of DNA, that is deoxyribonucleic acid. ഇവിടെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് ഷുഗർ വരുന്നത് കൊണ്ടാണ് നമ്മുടെ DNAക്ക് എന്ത് പേര് കിട്ടിയത്? ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പേര് കിട്ടിയത്. Then it has a double helix structure. There are 2 strands. They are twisted in a helical manner. That is the double helix structure. Then DNA is made up of nucleotides. Each nucleotide have 3 components. First one is a sugar. In DNA there present a deoxyribose sugar. Next is a phosphate group, and the third part or the third component is a nitrogen base. Okay, nitrogen base. In DNA there present 4 nitrogen bases. Which are the nitrogen bases? Adenine, thymine, guanine and cytosine. These are the 4 nitrogen bases in DNA, and there is a pairing rule. Okay, there is a rule for pairing of these nitrogen bases. Adenine only pairs with thymine. Okay, adenine only pairs with thymine. Adenine ആരുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ? Adenine only pairs or bond with thymine. Guanine only pairs with cytosine. Okay, guanine only pairs with cytosine. നമുക്ക് അറിയാവുന്ന DNA കുറിച്ച് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Then next is RNA. RNA means full form ribonucleic acid. Okay, DNA is double stranded, but RNA is a single stranded. RNA എന്താണ്? സിംഗിൾ ആണ്. DNA committed ആണ്, അതാണ് double stranded. RNA എന്താണ്? സിംഗിൾ ആണ്, ഓൾവേസ് സിംഗിൾ. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ഡബിൾ സ്റ്റാൻഡേർഡ്, ഇറ്റ് ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ്. ഒരൊറ്റ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ഹിയർ വി ക്യാൻ സീ ദ പിക്ചർ ഓഫ് DNA ആൻഡ് RNA. DNA ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ്, ഇറ്റ് ഈസ് എ ഡബിൾ ഹെലിക്കൽ മോഡൽ, ഇറ്റ് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ്. ബട്ട് RNA ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ്, ഒരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, and the sugar in RNA is ribose sugar, hence the name ribonucleic acid. The sugar in DNA is deoxyribose, so എന്താണ് അതിൻ്റെ ആ ഒരു പേര് എങ്ങനെയാണ് വന്നത്? deoxyribose എന്ന് വന്നു. Here the sugar is ribose, so the name, hence the name ribonucleic acid. Okay, and bases present in RNA that are adenine, this is uracil. Thymine is absent in RNA. Okay, thymine is only present in DNA. Thymine is absent in RNA. Instead of thymine in RNA there present uracil. RNA യിൽ ആരാ കാണുക? uracil ആണ് കാണുക. Then guanine and cytosine. These are the 4 nitrogen bases in RNA. Then uracil replaces thymine. There is no thymine in എവിടെ? തൈമിന് പകരം ആരാണ് RNA-യിലുള്ളത്? uracil ആണുള്ളത്. adenine pairs with uracil, guanine pairs with cytosine. Okay, then there are 3 types of RNA. 3 types of RNA ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. Which are the 3 types of RNA? mRNA, tRNA and rRNA. These are the
3 types of RNAs. ഏതൊക്കെയാണ്? mRNA means messenger RNA, tRNA means transfer RNA, rRNA means ribosomal RNA. mRNA മീൻസ് എന്താണ്? നമ്മുടെ DNA എന്ന് എന്താണ് മെസ്സേജിനെ ക്യാരി ചെയ്യുന്ന ഒരു മെസ്സഞ്ചർ RNA ആണ് mRNA. ആൻഡ് tRNA മീൻസ് ട്രാൻസ്ഫർ RNA. ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്രോട്ടീൻ സിന്തസിസ് they brings amino acids. ഓക്കെ, അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് tRNA. hence the name transfer RNA or tRNA. then rRNA or the ribosomal RNA which is present in ribosome. റൈബോസോമിൽ കാണുന്ന RNA ആണ് ഏത്? rRNA. the RNA which is present in the ribosome, that is the rRNA. so there are three types of RNAs, mRNA, tRNA and rRNA. just അത്രയും ഓർത്ത് വയ്ക്കുക. then പിന്നെ ഉള്ളത് ക്രോമസോം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ദ ഹൈലി കണ്ടൻസ്ഡ് ഫോം ഓഫ് നമ്മുടെ DNA നമ്മൾ എന്താണ് കോയിൽ ചെയ്ത് സൂപ്പർ കോയിൽ ചെയ്ത് വെച്ച് മാക്സിമം കണ്ടൻസ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ക്രോമസോംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്രോമസോം കണ്ടൻസേഷൻ ഈസ് ഒക്കേർഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ. ഓക്കെ, സെൽ ഡിവിഷൻ്റെ സമയത്താണ് നമുക്ക് ക്രോമസോംസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. നോർമൽ കണ്ടീഷനിൽ സെൽ ഡിവിഷൻ്റെ സമയത്തല്ലാതെ എങ്ങനെയായിരിക്കും DNA ഇരിക്കുക? ഹസ് ക്രൊമാറ്റിൻ ആയിട്ടായിരിക്കും ഇരിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയോസോം. ഓക്കെ, ന്യൂക്ലിയോസോം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും. വാട്ട് ഈസ് ന്യൂക്ലിയോസോം? ഓക്കെ, നമ്മുടെ DNA ഓർ അതിൻ്റെ നമ്മുടെ സിംപ്ലി പറയുകയാണെങ്കിൽ these are proteins. നമ്മൾ കണ്ടു in our nucleus or in the chromosomes that present DNA and proteins or the chromatin. നമ്മുടെ genetic material എന്ന് പറയുമ്പം DNA മാത്രമല്ല, proteins are also present. okay, proteins are also present. these are proteins. this green color, ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസിൻ്റെ ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത് പോയിരിക്കുന്നതാണ് നമ്മുടെ DNA. ഓക്കെ, സോ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു DNA റാപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചറിലെ ദിസ് ഈസ് ദ ന്യൂക്ലിയോസോം. ഓക്കെ, ഇങ്ങനെ കുറേ ന്യൂക്ലിയോസോംസ് ഉണ്ട്. ആൻഡ് ദീസ് പ്രോട്ടീൻസ് ആർ ദ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഓക്കെ, ദീസ് ആർ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ദിസ് ഈസ് എ ന്യൂക്ലിയോസോം. ആ പ്രോട്ടീൻ്റെ ചുറ്റും എന്താണ്? DNA റാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ദറ്റ് ഈസ് എ ന്യൂക്ലിയോസോം. ആൻഡ് വെൻ വി ലുക്ക് ഇറ്റ്, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ അല്ലേ? നമ്മുടെ DNA നമുക്കൊരു സ്ട്രിങ് ആയിട്ട് എടുക്കാം. ഈ ന്യൂക്ലിയോസോമിനെ ആ ഒരു ഹിസ്റ്റോണിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ബീഡ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മോഡലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബീഡ്സ് ഓൺ സ്ട്രിങ്. ഇറ്റ് ലുക്സ് ലൈക്സ് ബീഡ്സ് ഓൺ സ്ട്രിങ്. ഒരു നൂലയിൽ ബീഡ്സ് നമ്മളിങ്ങനെ കോർത്തിട്ട മാതിരി ഇല്ലേ? അതാണ് നമ്മൾ ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, ന്യൂക്ലിയോസോം ഇറ്റ് ഇസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ക്രൊമാറ്റിൻ. ഓക്കെ, ക്രൊമാറ്റിൻ നമ്മൾ ആ ഒരു ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ട് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻസും DNA കൂടെ ഇരിക്കുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ്, ആ ഒരു സിംഗിൾ യൂണിറ്റിനെ പറയുന്നതാണ് എന്ത്? ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോം ഇസ് ദ സ്മോളസ്റ്റ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ക്രൊമാറ്റിൻ. It is made up of DNA wrapped around histone proteins. DNA is wrapped around histone proteins. That is the nucleosome. That structure is the nucleosome. DNA coils around 8 histone proteins. And so the protein is a histone octamer. Here we can see 8 proteins. Okay, this is one protein, this is one histone protein, this is second, this is third, this is fourth, 5, 6 and ഇതിൻ്റെ ബാക്ക് സൈഡിൽ 7, 8 ഉണ്ട്. ഓക്കെ, ഈ ഒരു 5, 6 കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ആരുണ്ട്? 7, 8 ഉണ്ട്. സോ ഹിയർ പ്രസന്റ് 8 histone proteins. So that is a histone octamer. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയുക? ഹിസ്റ്റോൺ ഒക്ടാമർ. സോ വാട്ട് ഈസ് എ ന്യൂക്ലിയോസോം? DNA wrapped around a histone octamer. ഒരു എന്താണ്? നമ്മുടെ DNA ആ ഒരു 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ന്യൂക്ലിയോസോം എന്ന് പറയുക. ഇങ്ങനെ DNA ഇങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഒരു ക്രൊമാറ്റിനെ ഇങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്സ് എ ബീഡ്സ് ഓൺ സ്ട്രിങ് അല്ലേ? ബീഡ്സ്, ഒരു നൂലയിൽ ഒരു സ്ട്രിങ്ങിൽ ബീഡ്സ് നമ്മൾ കോർത്തിട്ട മാതിരിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സോ ദിസ് ഈസ് ദ ബീഡ്സ് ഓൺ റിംഗ് മോഡൽ. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ്? DNA എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് റാപ്ഡ് ഇൻ ഹിസ്റ്റോൺ ഒക്ടാമർ ആണ് എന്ത്? ന്യൂക്ലിയോസോം എന്ന് നമ്മൾ പറയാം. then nucleosome. Then next is chromatin fiber. Many nucleosomes coil together.
മെനി ന്യൂക്ലിയോസോംസ് കോയിൽ ടുഗദർ. ദിസ് ഈസ് എ ക്രൊമാറ്റിൻ. ഓക്കെ, മെനി ന്യൂക്ലിയോസോംസ് കോയിൽ ചെയ്ത് കാണുന്നതാണ് ക്രൊമാറ്റിൻ ഫൈബർ. നെക്സ്റ്റ് ഈസ് ക്രോമസോം. ഈ ക്രൊമാറ്റിൻ ഫൈബർ ഹൈലി കണ്ടൻസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ക്രോമസോം ഉണ്ടാവുക. ഓക്കെ, ക്രൊമാറ്റിൻ ഫൈബർ സൂപ്പർ കോയിൽ, ക്രൊമാറ്റിൻ ഫൈബേഴ്സ് സൂപ്പർ കോയിൽ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? ക്രോമസോം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ടൈറ്റ്ലി ടു ഫോം ക്രോമസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ആൻഡ് ദിസ് സൂപ്പർ കോയിലിംഗ് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന്റെ സമയത്താണ് എന്തുണ്ടാവുക? ക്രോമസോം ആയിട്ട് ക്രൊമാറ്റിൻ മാറുക. ഓക്കെ, ഫസ്റ്റ് ഈസ് DNA wrapped around the histone octamer, that is nucleosome. Then the many nucleosomes comprise അല്ലേ, കുറേ ന്യൂക്ലിയോസോംസ് ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാവുക? ക്രൊമാറ്റിൻ ആവുക. Then this chromatin super coils or heavily condensed to form the chromosomes during the time of cell division. സെൽ ഡിവിഷന്റെ സമയത്ത് എന്ത് ചെയ്യും? അവർ സൂപ്പർ കോയിൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്രോസിംഗ് ഓവർ. ഓക്കെ, ക്രോസിംഗ് ഓവർ നമ്മുടെ സെൽ ഡിവിഷനിൽ തന്നെ നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ exchange of genetic material. Crossing over is the exchange of genetic material. Okay, crossing over is the exchange of genetic material between homologous chromosomes. Okay, so the crossing over occurs between the homologous chromosomes. alle homologous chromosomes and they are similar chromosomes. In the homologous pair, one chromosome is from father and one is from mother. So this crossing over occurs between or happens between ആരുമായിട്ടാണ് നടക്കുന്നത്? ആര് തമ്മിലാണ് നടക്കുന്നത്? നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണ് നടക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഹാപ്പൻസ് ഇൻ റിപ്രൊഡക്റ്റീവ് സെൽസ്. ഓക്കെ, റിപ്രൊഡക്റ്റീവ് സെൽസ്. ദെൻ homologous chromosomes, one from mother and one from father, അതൊക്കെ നമ്മൾ കണ്ടാണ്. They exchange small parts of their chromatids. This process takes place at points called chiasmata. Okay, chiasmata. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. This is a homologous pair of chromosome. This is a homologous pair of chromosome and this crossing over occurs during the time of gamete formation or it is happens in the reproductive cells. Reproductive cellsലാണ് crossing over നടക്കുക എന്ന് ഓർത്ത് വയ്ക്കുക. Then here we can see a homologous pair of chromosome. This one is from father and one is from mother. Okay, they exchange their genetic material. Okay, so in this chromosome, these are chromatid. This is a chromatid and this is another chromatid. Okay, this is a chromatid and this is another chromatid. ഇതും ഒരു chromatid ആണ്. Okay, chromatids ഉണ്ട്. Okay, so these are two non-sister chromatids. Okay, so same chromosomeലുള്ള chromatidsനെ നമ്മൾ എന്തെന്നാ പറയാ? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറയും. രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോംസിലുള്ള ക്രൊമാറ്റിഡ്സിനെ നമ്മൾ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഫ്രോം എ കയാസ്മേറ്റ, ദിസ് ജംഗ്ഷൻ. ഇവരൊരു എന്താണ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കയാസ്മേറ്റ എന്ന് പറയാ. ആൻഡ് ദിസ് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓർ ദ ക്രോസിംഗ് ഓവർ ഹാപ്പൻസ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ ക്രോമസോമിലെ ഒരു പോർഷൻ ഇപ്പുറത്തേക്ക് പോയി, ഇവിടുത്തെ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ക്രോസിംഗ് ഓവറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? It is the exchange of genetic materials between the homologous chromosomes. Homologous chromosomes തമ്മിലുള്ള ജനറ്റിക് എന്താണ് ജീൻസിന്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രോസിംഗ് ഓവർ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് within the reproductive cell during gamete formation സമയത്താണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുക. ആൻഡ് ഈ ഒരു ജംഗ്ഷൻ, ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന ആ ഒരു ജംഗ്ഷനെ നമ്മൾ എന്തെന്നാ പറയാ? Chiasmata എന്ന് പറയും. The forms non-sister chromatids forms chiasmata during the time of crossing over. And what are the importance of crossing over? Crossing over ന്റെ importance എന്താ? New recombinations of genes are formed. Okay, new combinations, പുതിയ combinations ഉണ്ടാവുന്നു. It causes genetic variation. It helps in the variation എന്താ? what are variations? It is differences അല്ലേ? differences. So variations are helpful അല്ലേ? advantages ആണ്. They helps in evolution ഒക്കെ help ചെയ്യുന്നത് variations ആണ്. So crossing over creates variation. These are importance of crossing over. New recombinants are formed as a result of crossing over. Then genetic variation occurs as a result of crossing over. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു കയാസ്മേറ്റയുടെ കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, then next ആണ് protein synthesis. Protein synthesis means എന്താ? protein synthesis എന്ന് വെച്ചാൽ എന്താണ്?
Protein synthesis എന്ന് വെച്ചാൽ it is a synthesis or the production of proteins. Okay, proteins are made up of amino acids. The units which is present in proteins ൽ കാണുന്ന യൂണിറ്റ്സ് ഏതാണ്? അമിനോ ആസിഡ്സ്. സോ അമിനോ ആസിഡ്സിനെ കൂട്ടി വെച്ച് പ്രോട്ടീൻസ് അവിടെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 മെയിൻ സ്റ്റെപ്പ്. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 മെയിൻ സ്റ്റെപ്പ്. What are the 2 steps? Transcription and translation. Transcription and translation. What is transcription? What is transcription? It is the formation of mRNA from DNA. DNA യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക. What is transcription? It is the formation of RNA from DNA. And this happens within the nucleus. ഈ ഒരു പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഓക്കെ, transcription is the process in which information in DNA is copied to mRNA. Actually, the information within the DNA is copied to the mRNA. നമ്മൾ മെസ്സഞ്ചർ RNA കണ്ടതല്ലേ? 3 types of RNA പറഞ്ഞപ്പോൾ ഏതായിരുന്നു വിശാദ? 3 types of RNAs: mRNA, rRNA and tRNA. So what is transcription? It is the formation of mRNA from DNA. Okay, it happens within the nucleus. mRNA carries the genetic message from the nucleus to the cytoplasm. And the enzyme which helps in this process of transcription, ഏത് enzyme ആണ് ട്രാൻസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുക? RNA polymerase ആണ്. ഓക്കെ, RNA polymerase എന്ന് പറയുന്ന എൻസൈം ആണ് ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുക. ദിസ് ഈസ് DNA. ദിസ് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഈസ് DNA ആൻഡ് RNA ഈസ് ഫോംഡ് ഫ്രം ദിസ് DNA. ദാറ്റ് പ്രോസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA polymerase, ദിസ് പ്രോസസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പറയുമ്പം എന്തൊക്കെ ഓർത്ത് വെക്കണം? വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് mRNA ഫ്രം DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA polymerase enzyme and it is happens within the nucleus. ഇത് എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഓക്കെ, then next is translation. What is translation? The message within the mRNA is എന്താണ്? It is converted into the protein. ആ mRNA യിലുള്ള മെസ്സേജ് എന്തായിട്ട് മാറുന്നു? That is converted into a protein, which means that protein is synthesized using the information present in mRNA. mRNA യിലുള്ള ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് അവിടെ പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ട്രാൻസ്ലേഷൻ is a process in which the information of mRNA is used to make a protein. It happens with the help of ribosome. So the enzyme which helps in the process of transcription is RNA polymerase and the component which helps in the protein synthesis or translation is ribosome. Ribosome ആണ് ട്രാൻസ്ലേഷന് ഹെൽപ്പ് ചെയ്യുക. ദെൻ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? RNA polymerase ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ബട്ട് ദ ട്രാൻസ്ലേഷൻ ഹാപ്പൻസ് ഇൻ ദ സൈറ്റോപ്ലാസം. ട്രാൻസ്ലേഷൻ എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ the mRNA attaches to a ribosome. The tRNA, second type of RNA, tRNA, transfer RNA. നമ്മൾ transfer RNA പറഞ്ഞായിരുന്നു അല്ലേ? During the time of protein synthesis or during the time of translation, the amino acids are brings by this tRNA. tRNA ആണ് എന്ത് ചെയ്യുക? അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ സിന്തസിസിന് വേണ്ട അമിനോ ആസിഡ്സിനെ ബ്രിങ് ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ആര്? tRNA എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി എ representation of transcription and translation. This is nucleus. Okay, this is nucleus. Here we can see nuclear pore. Okay, ഇവിടെ ചെറിയ ഗ്യാപ്പ് വരുന്നത് nuclear pores ആണ്. Okay, so the transcription is takes place within the nucleus. nucleusന്റെ ഉള്ളിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. The mRNA is formed within the nucleus with the help of RNA polymerase. Okay, RNA polymerase and this mRNA ഇത് ന്യൂക്ലിയസിനുള്ളിൽ നടന്നല്ലോ. mRNA എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയർ പോർ വഴി എവിടെ എത്തും? സൈറ്റോപ്ലാസത്തിലെത്തും. ന്യൂക്ലിയർ പോർ വഴി സൈറ്റോപ്ലാസത്തിലെത്തും. ദെൻ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നതാണ് ട്രാൻസ്ലേഷൻ. ആൻഡ് എന്താ സംഭവിക്കുക? ട്രാൻസ്ലേഷനിൽ പ്രോട്ടീൻസ് ഉണ്ടാവും. tRNA എന്ത് ചെയ്യും? അമിനോ ആസിഡ്സിനെ ബ്രിങ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചും ട്രാൻസ്ലേഷനെ കുറിച്ചും രണ്ടിലും വരുന്ന ആൾക്കാർ, ആ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് അവിടെ ഉണ്ടാവുന്നത് ആൻഡ് എവിടെ വെച്ചാണ് അത് നടക്കുന്നത്, അത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ട്രാൻസ്ക്രിപ്ഷനെയും ട്രാൻസ്ലേഷനെയും കുറിച്ച് അറിയാം.
Next is mutation. What is mutation? The sudden changes in DNA is a mutation. Okay, and that is a heritable. Heritable means it can be passed from one generation to another generation. ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് അത് പാസ് ചെയ്ത് പോവാം. ഓക്കെ, മ്യൂട്ടേഷൻ ബേസിക് ഐഡിയ മാത്രം നോക്കിയാൽ മതി. എ മ്യൂട്ടേഷൻ ഇസ് എ സഡൻ ചേഞ്ച് ഇൻ ദ DNA or gene of a living thing. ഓക്കെ, സപ്പോസ് മിസ് ഒരു DNA-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുകയാണ്. നമ്മുടെ DNA-യിലെ ഒരു സീക്വൻസ് എഴുതുകയാണ്. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, adenine, cytosine, thymine. Okay, and DNA is double stranded. DNA is double stranded. So the adenine pairs with thymine, guanine pairs with cytosine, cytosine pairs with guanine, thymine with adenine, adenine with thymine, cytosine with guanine, thymine with adenine. Okay, so this is one DNA strand and this is another DNA strand. Okay, suppose one nitrogen base. Okay, ഇവിടുത്തെ ഈ ഒരു അഡിനിൻ, ഇവിടുത്തെ ഈ ഒരു അഡിനിൻ മാറിയിട്ട് പകരം അവിടെ വേറെ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് വരികയാണ്. ഓക്കെ, അഡിനിൻ മാറിയിട്ട് പകരം എന്താണ് അവിടെ വേറെ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് വരികയാണ്. ഓക്കെ, അതെന്താണ്? ചേഞ്ച് ആണല്ലേ, DNA-യിലെ ഒരു ചേഞ്ച് ആണല്ലേ. So this sudden changes in DNA are called mutation and this can be occurred ചിലപ്പം നാച്ചുറൽ ആയിട്ട് സംഭവിക്കാം, ചിലപ്പോൾ ചില കെമിക്കൽസ് റേഡിയേഷൻസ് ഒക്കെ വഴി എന്ത് സംഭവിക്കാം, ഈ മ്യൂട്ടേഷൻ സംഭവിക്കാം. ആൻഡ് ദിസ് ചേഞ്ചസ് ആർ ഹെറിറ്റബിൾ. ദിസ് ക്യാൻ ബി പാസ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻസ് ചിലപ്പോൾ ബെനഫിഷ്യലും ആകാം, ചിലപ്പോൾ എന്താണ് ഹാംഫുള്ളും ആവാം. ഓക്കെ, ഹാംഫുൾ ആ നെഗറ്റീവ് എഫക്റ്റും ചിലപ്പോൾ വരാം. മ്യൂട്ടേഷൻ, എ മ്യൂട്ടേഷൻ ഈസ് എ sudden change in the DNA or gene of a living thing. It can change the character or appearance of an organism. It happens naturally due to radiation, chemicals, mistakes during cell division. Some mutations are harmful and some are useful. Okay, ചിലതിന് എന്താണ്, ചില മ്യൂട്ടേഷൻസിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കാണത്തില്ല. സോ മ്യൂട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് മ്യൂട്ടേഷൻ? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ DNA. ഓക്കെ, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ DNA ആൻഡ് ഇറ്റ് ക്യാൻ ബി ഹാപ്പൻസ് നാച്ചുറലി ഓർ ഡ്യൂ ടു റേഡിയേഷൻ, കെമിക്കൽസ് ഓർ മിസ്റ്റേക്സ് ഇൻ സെൽ ഡിവിഷൻ. ആൻഡ് മ്യൂട്ടേഷൻസ് എന്താവാം? ചിലപ്പോൾ ഹാംഫുൾ ആവാം, ചിലപ്പോൾ യൂസ്ഫുൾ ആവാം, ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കാണില്ല. ഓക്കെ, അപ്പം മ്യൂട്ടേഷനെ കുറിച്ച് അത്രയും അറിഞ്ഞു വെക്കുക. Then non-Mendelian inheritance. Okay, ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സ് തീർന്നു. Non-Mendelian inheritance. What are non-Mendelian inheritance? നമ്മൾ മെൻഡലിൻ്റെ പാറ്റേൺസ് കണ്ടായിരുന്നു. മെൻഡൽ എന്താ പറഞ്ഞത്? ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ജീൻസ് ഉണ്ട്. ജീൻസിന് എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് അല്ലീൽസ് ഉണ്ട് അല്ലേ, അല്ലീൽസ് ഉണ്ട്. ദർ ഇസ് എ ഡോമിനൻ്റ് അല്ലീൽ ആൻഡ് ദർ ഇസ് എ റെസസീവ് അല്ലീൽ അല്ലേ. ഒരു ഡോമിനൻ്റ് അല്ലീലുണ്ട്, റെസസീവ് അല്ലീലുണ്ട്. ഡോമിനൻ്റ് അല്ലീൽ എന്ത് ചെയ്യും? റെസസീവ് അല്ലീലിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യുമെന്നൊക്കെ നമ്മൾ മെൻഡൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മെൻഡലിൻ്റെ ആ ഒരു പാറ്റേൺ, ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഫോളോ ചെയ്യാതെ വരുന്ന പാറ്റേൺസ് ആണ് എന്തൊക്കെ? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ, മെൻഡൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഇൻഹെറിറ്റൻസിൽ കാണാൻ പറ്റി. അതാണ് എന്ത്? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് മീൻസ് പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ് ദാറ്റ് ഡു നോട്ട് ഫോളോ മെൻഡൽസ് ലോസ് എക്സാക്ട്ലി. മെൻഡലിൻ്റെ ലോകൾ എന്ത് ചെയ്യുന്നില്ല, അത് ഫോളോ ചെയ്യാത്ത ചില ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻറ്റ് പാറ്റേൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. അതിൽ 3 നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അല്ലീൽസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അല്ലീലിസം. ഇതാണ് 3 നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസുകൾ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ നോക്കേണ്ടത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, സിമ്പിളായിട്ട് മിസ് പറയാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന്. നമ്മൾ ഒരു പേരൻറ്റിനെ, 2 പേരൻറ്റിനെ എടുക്കുകയാണ്. എ പേരൻറ്റ് വിത്ത് റെഡ് ഫ്ലവർ ആൻഡ് എ പേരൻറ്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. Okay, a parent with red flower and a parent with white flower. Okay, if the red trait, ആ ഒരു റെഡ് ഫ്ലവർ എന്ന് പറയുന്ന ട്രേറ്റ് ആണ് ഡോമിനൻ്റ് എന്ന് ഇരിക്കട്ടെ. ദിസ് വൈറ്റ് ഈസ് റെസസീവ്. ഓക്കെ, പേരൻറ്റ് ജനറേഷനിൽ നമ്മൾ 2 പേരൻസിനെ എടുക്കുന്നു. 1 parent with red flower and we are considering that as a dominant character and this is recessive ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അവരെ ക്രോസ് ചെയ്യുന്നു. F1 ജനറേഷനിൽ നമുക്കൊരു ഓഫ് സ്പ്രിങ്ങിനെ കിട്ടുന്നു. അക്കോർഡിംഗ് ടു മെൻഡൽ പറഞ്ഞതുപോലെ ആണെങ്കിൽ കിട്ടുന്ന F1 ജനറേഷൻ എങ്ങനെയായിരിക്കും? അത് എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് എക്സ്പ്രസ് ദ ഡോമിനൻറ്റ് ക്യാരക്ടർ അല്ലേ. ഇവിടെ ഡോമിനൻറ്റ് ക്യാരക്ടറായിട്ട് നമ്മൾ റെഡ് ഫ്ലവർ എന്ന് എടുത്ത കാരണം F1 ഉണ്ടാകേണ്ടത് ആരായിരുന്നു? റെഡ് ഫ്ലവർ ആയിരുന്നു ഉണ്ടാവേണ്ടത്.
പക്ഷേ അവിടെ ഉണ്ടായത് പിങ്ക് ഫ്ലവറാണ്. ഓക്കെ, പിങ്ക് എന്ന് പറയുന്ന ഒരു പേരൻ്റ് ഉണ്ടോ നമുക്കിവിടെ? നമ്മുടെ എങ്ങനെയാണ് പേരൻസിനെ എടുത്തത്? റെഡ് ഫ്ലവർ ഉള്ള ഒരു പേരൻറ്റിനെയും വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു പേരൻറ്റിനെയാണ് എടുത്തത്. പക്ഷേ F1 ജനറേഷനിൽ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? അക്കോർഡിംഗ് ടു മെൻഡൽ ആയിരുന്നെങ്കിൽ അവിടെ റെഡ് ഫ്ലവർ ആണ് ഫോം ചെയ്യേണ്ടത്. പക്ഷേ അവിടെ വന്നത് ഒരു പുതിയൊരു കോമ്പിനേഷൻ അല്ല, പുതിയൊരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്ത്, ദാറ്റ് ഈസ് പിങ്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, വിച്ച് മീൻസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആണ് വന്നത് അല്ലേ? റെഡിൻ്റെയും വൈറ്റിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ട് ഒരു പിങ്ക് കളറിലെ ഫ്ലവർ ആണ് അവിടെ വന്നത്. ദാറ്റ് ഈസ് ദ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് മീൻസ് ആ രണ്ട് അല്ലീലിനും കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ക്യാപിറ്റൽ R. ഓക്കെ, ഇവിടെ റെഡ് ഫ്ലവറിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാപിറ്റൽ R. ഈ ക്യാപിറ്റൽ ആറിനും ഇവിടെ വൈറ്റ് ഫ്ലവറിൻ്റെ അല്ലീലായിട്ടുള്ള റെസസീവ് അല്ലീലായിട്ടുള്ള സ്മോൾ ആറിനും എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവർക്ക് രണ്ടുപേർക്കും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, അവർ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ഫോം ആണ് അവിടെ വന്നത്. നൈദർ അല്ലീൽ ഈസ് കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ്. രണ്ടുപേർക്കും കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദ റിസൾട്ട് ഇസ് എ ബ്ലെൻഡ് ഓഫ് ബോത്ത് ട്രേറ്റ്സ്. രണ്ട് ട്രേറ്റിൻ്റെയും ഒരു ബ്ലെൻഡ് ആണ് അവിടെ വന്നത്. എക്സാമ്പിൾ, റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടെ ക്രോസ് ചെയ്തപ്പം അവിടെ പിങ്ക് ഫ്ലവർ കിട്ടി. ഇത് കാണുന്നത് 4 o'clock പ്ലാന്റിലാണ്, ദറ്റ് ഈസ് മിറാബിലിസ് ജലാപ്പ. ഓക്കെ, അത്രയും ഓർത്ത് വയ്ക്കുക. ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ട് അല്ലീൽസിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് കണ്ടീഷൻ ഈസ് ദ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ആൻഡ് ഇൻ ദിസ് കേസ് ദർ ഇസ് എ ബ്ലെൻഡ് ഓഫ് 2 ക്യാരക്ടേഴ്സ്. രണ്ട് ട്രേറ്റിൻ്റെയും ഒരു ബ്ലെൻഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. നെക്സ്റ്റ് ഈസ് കോഡോമിനൻസ്. കോഡോമിനൻസ് മീൻസ് രണ്ട് അല്ലീൽസും എന്ത് ചെയ്യാണ്? ഈക്വലി എന്ത് ചെയ്യാണ്? എക്സ്പ്രസ് ചെയ്യുകയാണ്. മറ്റേത് രണ്ടു പേർക്കും അവിടെ എക്സ്പ്രസ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ദെൻ വാട്ട് ഈസ് കോഡോമിനൻസ്? ബോത്ത് അല്ലീൽസ് ഷോ ഈക്വലി ഇൻ ഓഫ് സ്പ്രിങ്സ്. രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യാണ്? എക്സ്പ്രസ് ചെയ്യാൻ. എക്സാമ്പിൾ പറയുന്നത് AB ബ്ലഡ് ഗ്രൂപ്പ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ AB ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടെ A എന്ന് പറയുന്ന അല്ലീലും B എന്ന് പറയുന്ന അല്ലീലും എന്ത് ചെയ്യാണ്? ഒരേപോലെ എക്സ്പ്രസ് ചെയ്യണം. ദാറ്റ് ഈസ് കോഡോമിനൻസ്. രണ്ടുപേരും ഈക്വലി എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് കോഡോമിനൻസ്. നമ്മുടെ മെൻ്റൽ വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അവിടെ ഒരാളെ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ട് അല്ലീൽ, രണ്ട് ടൈപ്പ് ഓഫ് അല്ലീൽ വന്നാൽ അവിടെ ഒരാൾ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. മറ്റേ ആളുടെ എക്സ്പ്രഷനെ ഈ ഡോമിനൻ്റ് അല്ലീൽ എന്ത് ചെയ്യും? മാസ്ക് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ രണ്ടുപേരും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോഡോമിനൻസ്. ദ നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ അല്ലീൽസ്. ഓക്കെ, മൾട്ടിപ്പിൾ അല്ലീൽസ് നമ്മുടെ മെൻ്റൽ പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ടോൾ പ്ലാന്റ് എന്നുള്ള ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ടോൾ പ്ലാന്റിന് രണ്ട് അല്ലീൽസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സോറി, പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുക്കുകയാണ്. ഓക്കെ, പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുത്താൽ അതിന് രണ്ട് അല്ലീൽസ് ആണ് വരിക. ക്യാപിറ്റൽ Tയും സ്മോൾ T എന്ന് പറയുന്ന രണ്ട് അല്ലീൽസ് അല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഒരു ഡോമിനൻ്റ് അല്ലീലും ഒരു റെസസീവ് അല്ലീലും ആണ് വരേണ്ടത്. മൾട്ടിപ്പിൾ അല്ലീലിസം എന്താണെന്ന് വെച്ചാൽ അവിടെ രണ്ടിൽ കൂടുതൽ അല്ലീൽസ് വരും. ഓക്കെ, രണ്ടിൽ കൂടുതൽ അല്ലീൽസ് വരും. അതിന് എക്സാമ്പിൾ പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, വിച്ച് മീൻസ് ഈ ഒരു അവിടെ രണ്ടിൽ കൂടുതൽ അല്ലീൽസ് വരും. അതായത് 3 അല്ലീൽസ് ഉണ്ട്. IA, IB ആൻഡ് I എന്ന് പറയുന്ന അല്ലീൽസ് വരും. ഓക്കെ, 3 അല്ലീൽസ്, രണ്ടിൽ കൂടുതൽ അല്ലീൽസ് ഉണ്ടെന്ന് ഓർത്താൽ മതി. സാധാരണ നമ്മുടെ മെൻ്റൽ വെച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഡോമിനൻ്റ് അല്ലീലും റെസസീവ് അല്ലീലും ആണ് കാണേണ്ടത്. പക്ഷെ മൾട്ടിപ്പിൾ അല്ലീലിസത്തിൽ എന്താണ്? രണ്ടിൽ കൂടുതൽ. ഇവിടെ 3 അല്ലീൽസ് വരുന്നുണ്ട്. IA, IB, I എന്ന് പറയുന്ന 3 അല്ലീൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം 3നും എക്സാമ്പിൾസ്, നോൺ മെൻഡേലിയൻ എന്താണ് ഇൻഹെറിറ്റൻസിന് 3നും എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണ്? രണ്ട് അല്ലീൽസിനും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ആവാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ 4 o'clock plant, that is Mirabilis jalapa. Then example for codominance is AB blood group in human beings. രണ്ട് അല്ലീൽസും എന്താണ്? ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ അല്ലീലിസം. അതായത് രണ്ടിൽ കൂടുതൽ അല്ലീൽസ്. ഒരു ക്യാരക്ടറിന് എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് രണ്ടിൽ കൂടുതൽ അല്ലീൽസ് വരുന്നു. എക്സാമ്പിൾ ഈസ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് അതിന് എക്സാമ്പിൾ വരിക. ഓക്കെ, ഏതൊക്കെ അല്ലീൽസ്? IA, IB ആൻഡ് I. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക്
ഈ ഒരു എന്താണ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മിസ് അങ്ങനെ സ്കിപ്പ് അടിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് മിസ് എന്താണ് കുറച്ച് സ്പീഡിലും പോയി ഇത്രയും സമയവും എടുത്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മിസ് കമൻറ്റ് അധികം ശ്രദ്ധിക്കാതിരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് കഴിയുമ്പോൾ, ലൈവ് ചാറ്റിലല്ലാതെ എന്ത് ചെയ്യുക, ലൈവ് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുക. മിസ് അത് എന്താണ് ആൻസർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യുക. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് 2 മണിക്കൂറാവും. അപ്പോൾ ആ സമയത്തിന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കിയാൽ നമുക്ക് ഈ ഒരു സെഷൻ നിർത്താം. ഓക്കെ, നമുക്കറിയാം നല്ല വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും മിസ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഹെറിഡിറ്റി ആൻഡ് ആ ഒരു ക്രോസ് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയമെടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കാണുക. നമ്മുടെ എക്സാമിന് അതൊക്കെ യൂസ് ചെയ്യുക. ഈ സിലബസിൽ നിന്നൊക്കെ ആയിരിക്കും മിക്കവാറും, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുപോവാതെ പഠിക്കുക. ബയോളജിയുടെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള ഒരു പോർഷനാണ് എന്താ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജെനറ്റിക്സ് വിട്ട് കളയരുത്. മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മിസ് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്കിപ്പ് അടിക്കാതെ കാണാം. ഇത്രയും ലെങ്തി ആയി പോയി കുറച്ചേ കാണുന്നുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്തെടുത്തു. ഇനി അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, നമുക്ക് ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതൊക്കെ നോക്കി വെക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് ഘതം നമുക്ക് നിർത്താം. The law of segregation states that, law of segregation എന്താ പറയുന്നത്, during the time of gamete formation alleles get separated അല്ലെ, alleles separate ചെയ്യുമെന്നാ പറയുന്നത്. law of segregation states that genes are linked together, alleles separate during gamete formation അല്ലെ. ഓപ്ഷൻ ബി ആണ് വരിക. ഇതാണ് കറക്റ്റ് ആൻസർ വരിക. alleles separate during gamete formation. both alleles are always expressed, only dominant alleles അതല്ല. ഓക്കെ, next, in humans the sex of a baby is determined by father's chromosome ആണ് ഒരു കുട്ടിയുടെ എന്ത് ചെയ്യുന്നത്, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കണേ. മദേഴ്സ് ക്രോമസോം അല്ല, ബോത്ത് ഈക്വൽ അല്ല, റാൻഡം ചാൻസ് അല്ല, ഫാദർ ആണ് ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ അല്ലേ, സ്ട്രെയിറ്റ് അല്ല, ഹെലിക്സ് അല്ല, ഡബിൾ ഹെലിക്സ് ആണ്. ബിക്കോസ് അവിടെ 2 സ്ട്രാൻഡ്സ് വരുന്നുണ്ട്. സോ ദ സ്ട്രക്ചർ ഓഫ് DNA ഈസ് ഡബിൾ ഹെലിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RNA is double stranded ആണോ, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ, ട്രിപ്പിൾ സ്റ്റാൻഡേർഡ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ദറ്റ് ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ്. RNA സിംഗിൾ ആണ്, DNA കമ്മിറ്റഡ് ആണ്. ഓക്കെ, അതാണ് അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ്, ഇവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് DNA into mRNA is called. DNAയിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്നാ പറയാ, ട്രാൻസ്ക്രിപ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നടക്കുക ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഫോമിങ് പ്രോട്ടീൻ ഫ്രം mRNA. mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്താണ്, ട്രാൻസ്ലേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പൻസ് വിത്തിൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ് ട്രാൻസ്ലേഷൻ നടക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയോസോം കൺസിസ്റ്റ് ഓഫ് DNA wrapped around histone proteins അല്ലേ. DNA wrapped around histone proteins ആണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. Then the incomplete dominance, the offspring show incomplete dominance le offspring എന്താണെങ്കിൽ only dominant trait, only recessive trait, a blend of both traits. 2 traits അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് 2 പേർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒരു ബ്ലെൻഡ് ആണ്, 2ന്റെയും ബ്ലെൻഡ് ആണ് അവിടെ ഫോം ചെയ്യുക. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ദിസ് ഈസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾ ലൈവ് കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബ്ലഡ് ഗ്രൂപ്പ് AB ഇൻ ഹ്യൂമൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. AB ബ്ലഡ് ഗ്രൂപ്പ് എന്തിന് എക്സാമ്പിൾ ആണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മ്യൂട്ടേഷൻ, സെഗ്രിഗേഷൻ എന്തിന് എക്സാമ്പിൾ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സമയം കുറച്ച് കൂടുതൽ കൂടിപ്പോയെന്ന് മിസ്സിനെ അറിയാം. പക്ഷെ എന്നാലും ഈ ടോപ്പിക്സ് ഒന്നും സ്കിപ്പ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതൊന്നും വിട്ട് കളയാൻ പറ്റാത്തത് കൊണ്ടാണ് മിസ് എല്ലാം തന്നെ പറഞ്ഞത്. നമുക്ക് ഒന്നും അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. കാരണം ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതുകൊണ്ടാണ് മിസ് ഒന്നും സ്കിപ്പ് അടിക്കാതെ മൊത്തം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണണം. ഓക്കെ, മുഴുവൻ കാണണം. ഇത് ക്ലാസ് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് അത് ബെനഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ബെനഫിഷ്യൽ ആയിരിക്കും.
ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. മൊത്തം കാണണം, മിസ് ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കാണണം, കേൾക്കണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുക. എല്ലാവരും എന്താണ് IIT എയിംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻട്രൻസ്, ഈ ഒരു IIT എയിംസിൻ്റെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള IITകളിലും എയിംസുകളിലും ഒക്കെ അഡ്മിഷൻ കിട്ടട്ടെ, മെഡിക്കൽ അഡ്മിഷൻ കിട്ടട്ടെ, IITക്ക് എഞ്ചിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ കിട്ടട്ടെ. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് അല്ലേ. അപ്പം ഈ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയുടെ ഫസ്റ്റ് ഒരു പാർട്ടാവാൻ മിസ്സിനും പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പം ഇനി മിസ് കുറേ പറഞ്ഞ് നിങ്ങളുടെ സമയം ഇനിയും കളയുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, പഠിക്കുക, ടോപ്പിക്സ് ഒന്നും വിട്ട് കളയരുത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതുക, ക്വാളിഫൈ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.